So as you all know, നമ്മുടെ ലേൺ വൈസ് കണ്ടക്ട് ചെയ്യുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാം OP11.0 സക്സസ്ഫുള്ളി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അതിന്റെ 6 സെഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ലേണേഴ്സിന്റെ അടുത്ത് നിന്നും ഒത്തിരി നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിനർത്ഥം നിങ്ങൾ ഇതെല്ലാം എന്താ പറയാ നിങ്ങളുടെ രണ്ട് കൈ നീട്ടി നിങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നിപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഓറിയന്റേഷൻ പ്രോഗ്രാം 11.0യുടെ 7th സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ ബിഫോർ സ്റ്റാർട്ടിംഗ് ദ സെഷൻ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ഫാത്തിമ എന്നാണ്. ഞാൻ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ്. എന്റെ കൂടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ അനുശ്രീ മാമും ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ മാമിനെ കൂടി ഞാൻ ഈ ഒരു സെഷനിൽ വെൽക്കം ചെയ്യാണ്. അതിനോടൊപ്പം തന്നെ എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ലേൺ വൈസിലെ മറ്റ് ടീം മെമ്പേഴ്സ് ആൻഡ് വൺസ് അഗെയിൻ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഇൻക്ലൂഡിംഗ് ലേണേഴ്സ് എല്ലാവരെയും തന്നെ ഞാൻ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും എന്ത് ചെയ്യുക, വളരെ ആക്റ്റീവ് ആയിട്ട് ക്യാമറ ഒക്കെ ഓൺ ചെയ്തിട്ട് വളരെ ലൈവ് ആയിട്ട് സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാം ഈ ഒരു സെഷന്റെ പേര് തന്നെ മൈൻഡ് ആൻഡ് മൊമെന്റം എന്നുള്ളതാണ് അല്ലെ. സോ എന്തിനു നമ്മൾ ഈ ഒരു സെഷൻ വെച്ചത് എന്ന് ചോദിച്ചാൽ മെന്റൽ ഹെൽത്ത് ഫോർ അഡൾട്ട് ലേണേഴ്സ് ആണ്. വൈ ദിസ് സെഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പല പല തിരക്കുകളുടെ ഇടയിലും ഈ പറയുന്ന ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്തിട്ട് ആളുകളായിരിക്കാം നിങ്ങൾ പലരും. അപ്പോ ചിലപ്പോ ബിഗിനിങ് അല്ലെങ്കിൽ മിഡിൽ അല്ലെങ്കിൽ ചിലപ്പോ എൻഡിലായിരിക്കാം. ചില ആളുകൾക്ക് എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള മെന്റലി സ്റ്റക്ക് ആയി പോവാൻ ഈ പറയുന്ന ലേണിംഗ് പ്രോസസ്സിൽ മെന്റലി എന്താ പറയാ എക്സ്ഹോസ്റ്റഡ് ആവാനോ അല്ലെങ്കിൽ ഒന്ന് സ്റ്റക്ക് ആയി പോവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ നേരിടുന്ന ടൈമില് നിങ്ങളെ അതിൽ നിന്നും എന്താ നിങ്ങൾക്ക് അതിനെ നല്ല രീതിയിൽ ടാക്കിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ്, കുറച്ച് പൊടിക്കൈകള്, അതേപോലെ ഈ പറഞ്ഞ സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നിങ്ങളുടെ മൈൻഡ് എങ്ങനെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യണം, ആ ഒരു മൊമെന്റം എങ്ങനെ കൊണ്ടുപോകണം, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മളെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ സെഷന്റെ പേര് തന്നെ മൈൻഡ് ആൻഡ് മൊമെന്റം എന്നാണ്. അപ്പൊ എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ട് തന്നെ ഈ ഒരു സെഷൻ ത്രൂ ഔട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. വളരെ ലൈവ് ആയിട്ട് ക്യാമറ എല്ലാം ഓൺ ചെയ്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ബ്രീത്തിങ് എക്സസൈസ്, ഒന്നുമില്ല വളരെ കുറച്ചേ ഉള്ളൂ, ഒരു ബ്രീത്തിങ് എക്സസൈസ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സെഷൻ മുന്നോട്ടേക്ക് പോവാം. അപ്പൊ നിങ്ങൾ ഇപ്പം എവിടെയെങ്കിലും ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ ഇങ്ങനെ ഒടിഞ്ഞു കുത്തി ഒന്നും ഇരിക്കാണ്ട് നല്ല പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിലൊക്കെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നല്ല രീതിയിൽ ഒന്ന് സിറ്റ് ബാക്ക് ചെയ്യുക. ഇനിയിപ്പം നിന്നിട്ട് ഈ പറയുന്ന സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഷോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ബ്രീത്ത് പതുക്കെ ഒന്ന് ഇൻഹെയിൽ ചെയ്യുക. പതുക്കെ ഒന്ന് അകത്തേക്ക് എടുക്കുക. വളരെ സ്ലോ ആയിട്ട് ഒന്ന് അകത്തേക്ക് എടുത്തിട്ട് ഞാൻ എക്സ്ഹെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുത്ത ശ്വാസം പതിയെ എന്ത് ചെയ്യുക, താഴേക്ക് വിടുക. ഓക്കെ, ഒന്ന് എക്സ്ഹെയിൽ ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത് എന്തിനാ ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇൻഹെയിൽ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബ്രീത്ത് ഒന്ന് പതുക്കെ ഒന്ന് മേളിലേക്ക് എടുക്കുക. ഇൻഹെയിൽ, പതുക്കെ ഒന്ന് ബ്രീത്ത് എടുക്കുക മേളിലേക്ക്, ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് എക്സേൽ ചെയ്യുക. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവരും റിലാക്സ് മോഡിലാണ് ഇപ്പം ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ എന്ന് പറയുമ്പോൾ ഈ മൈൻഡ്, മൊമെന്റം, മെന്റൽ ഹെൽത്ത് എന്നൊക്കെ കേട്ടിട്ട് ഇനി തിയററ്റിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് ഇതാക്കുവാണ്, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. നമ്മൾ ഇന്നത്തെ സെഷൻ വളരെ പ്രാക്ടിക്കൽ ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ ലൈഫിൽ ഒക്കർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആരും തന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയങ്ങളിൽ ആ ഒരു ലേണിംഗ് പ്രോസസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രെസ് ഉണ്ടാവാം അല്ലെ, പല ഇഷ്യൂസിൽ ഗോ ത്രൂ ചെയ്യുന്ന ആളുകൾ കാണും. അപ്പൊ അതിനെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ സ്ട്രെസ് എന്താന്ന് പറഞ്ഞു തരാൻ മാത്രമല്ല, അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഈ പറയുന്ന ജേർണിയിൽ നിങ്ങൾ അങ്ങനെ സ്ട്രെസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 ടൂൾസ് അനുശ്രീ മാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അതേപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്ന് ഷെയർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാല്, നിങ്ങൾ മെന്റലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ടെൻഷൻ, സ്ട്രെസ്, ആൻസൈറ്റി, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലേൺ വൈസ് എക്കോസിസ്റ്റം, നമ്മുടെ ലേൺ വൈസ് ത്രൂ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് എന്താ പറയാ വെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
എക്സ്ട്രാ ഒരു ഫീച്ചറും കൂടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആയിരിക്കും. മെന്റലി വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. അപ്പൊ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സെഷൻ എന്ത് ചെയ്യണം, ബൈ ദ എൻഡ് നമ്മൾ ആ ഒരു എൻഡിലായിരിക്കും പറയുന്നത്. അപ്പൊ ത്രൂ ഔട്ട് ഈ ഒരു സെഷൻ എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇടയ്ക്ക് വെച്ച് ലീവ് ആയി ഒന്നും പോവാണ്ട് ഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. ഫൈനലി ആയിരിക്കും നമ്മൾ ആ ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സ്ട്രാ ഫീച്ചർ റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാരും സെറ്റ് ആയിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഇന്നിപ്പോ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്തവര് കാണും. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, സ്റ്റാർട്ട് ചെയ്ത ആളുകളെല്ലാം കാണും. അവർ അവരുടെ റിയൽ ലൈഫിലുള്ള കുറെ ലോഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഈ ഒരു സെഷൻ അല്ലെ, നിങ്ങളിൽ പലരും അങ്ങനെ ആ ഒരു റിയൽ ലൈഫ് ലോഡ് വെച്ചിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവര് ഉണ്ടായിരിക്കാം. ചിലപ്പോ അത് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. മറ്റു പല റെസ്പോൺസിബിലിറ്റിയുടെ ഇടയിലും ഈ പറയുന്ന പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിട്ടുള്ള ആളുകളുടെ നിങ്ങളുടെ ഇടയിലുണ്ട് അല്ലെ. അതിൽ എംപ്ലോയീസ് ഉണ്ട്, അതേപോലെ തന്നെ പേരൻസ് ഉണ്ട്, ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ കാണും. അല്ലെങ്കിൽ എന്താ ഈ പറഞ്ഞ ഓഫീസ് പ്രഷർ ഹാൻഡിൽ ചെയ്യുക, കുട്ടികളെ നോക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, അതേപോലെ തന്നെ ലെഷർ ടൈം എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക, ട്രാവൽ ചെയ്യുക, പല പല കാര്യങ്ങൾ, പല പല പ്രോബ്ലത്തിന്റെ ഇടയിലും നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ള ഒരു ആവശ്യം നിങ്ങളുടെ ഉള്ളിൽ തോന്നിയപ്പോ എന്താ പറയാ, പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണല്ലേ നിങ്ങൾ പല ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഈ ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ജേർണി ചൂസ് ചെയ്തത് തന്നെ എന്താണ്, നിങ്ങളിൽ കാണിക്കുന്ന വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. ഫാമിലി, വർക്ക്, പല പല റെസ്പോൺസിബിലിറ്റിയുടെ ഉള്ളിൽ നിന്നിട്ടാണ് നിങ്ങളിൽ പലരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ആളുകളും പഠിക്കുന്നത് എന്താണ്, ഫ്രീ ടൈമിൽ ഒരു കുറച്ച് സമയം നോക്കി പഠിക്കുന്നവരായിരിക്കോ? അല്ല, നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടോ ഫ്രീ അവേഴ്സ് ആയിട്ടോ എന്താണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മിക്കവർക്കും അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ വർക്കിനിടയിലോ അല്ലെങ്കിൽ ജോലി തിരക്കുകൾക്കിടയിലോ വീട്ടിലെ മറ്റു ജോലികളുടെ ഇടയിലോ ഒക്കെ കുറച്ച് കുറച്ച് സമയം നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരായിരിക്കും. ഇപ്പൊ നമ്മള് വീക്ക്ലി കോളിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് നമ്മൾ കുട്ടികളെ വിളിച്ച് പഠിച്ചു എന്നൊക്കെ തിരക്കുന്ന സമയത്ത് ചിലവര് പറയും, മാം ഞാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും എന്തെടുക്കുമായിരുന്നു, അപ്പം അവര് വർക്കിന്റെ ഇടയിൽ ഈ ലഞ്ച് ബ്രേക്കിന്റെ ഇടയ്ക്കുള്ള ഒരു 10 മിനിറ്റ് ഒക്കെ ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ പോയിട്ട് ഇപ്പം കുട്ടികളെ നോക്കണം, അപ്പൊ അങ്ങനെയുള്ള ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ ചെയ്യാം, അവരിപ്പോ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആ ഒരു ജേർണി ഉണ്ടല്ലോ, ട്രാവൽ, അത് ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന അരമണിക്കൂർ 20 മിനിറ്റ് ഒക്കെ ആയിരിക്കാം. ആ ഒരു സമയം പോലും കഷ്ടപ്പെട്ട് കണ്ടെത്തി പഠിക്കുന്ന ആളുകളുണ്ട് നിങ്ങളുടെ ഇടയിൽ അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഈ എന്താ പറയാ ലെഫ്റ്റ് ഓവർ ടൈം കണ്ടുപിടിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ എന്താണ് കുറെയൊക്കെ എനർജി നിങ്ങൾ ഡ്രെയിൻഡ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഭയങ്കര ടയേർഡ് ഫീലിങ്സ് വരാം, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ പഠിത്തം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ വിചാരിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം എന്താണ്, നോർമൽ ആണ്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കില്ല എനിക്ക് മാത്രമാണോ ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നത്, ബാക്കി എല്ലാവർക്കും എന്താണ് ഒത്തിരി ഫ്രീ ടൈം ഒക്കെ കിട്ടിയിട്ടായിരിക്കും അവർ പഠിക്കുന്നത്, എനിക്കായിരിക്കും ഇങ്ങനെ 10-20 മിനിറ്റും ദിവസം കിട്ടുന്നത്, ബാക്കിയുള്ളവര് 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ എടുത്ത് പഠിക്കുന്നത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങൾക്കുള്ള ക്യാപ്പബിലിറ്റിനെ ഫസ്റ്റ് എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യാം. നിങ്ങൾ ആ 10 മിനിറ്റ് എടുത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ. നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് ആണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഫ്രഷേഴ്സിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഈ പഠിക്കുന്നതിന്റെ ഇടയിൽ വളരെ ഒത്തിരി ഒത്തിരി പ്രഷേഴ്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ബാക്കിയുള്ളവരെക്കാളും പുറകിലാണ്, മറ്റുള്ളവര് എന്നെക്കാട്ടിലും ഒത്തിരി എന്താ മുന്നിൽ പഠിക്കുന്നുണ്ട്, ഞാൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ പഠിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി പ്രഷേഴ്സ് നിങ്ങൾക്ക് തന്നെ കൊടുക്കാണ്ടിരിക്കുക. ഓക്കെ, ഫസ്റ്റ് നിങ്ങളൊന്ന് കാം ആവുക. ഇത്തരം കാര്യങ്ങൾ എല്ലാവരുടെ ഇടയിലും സംഭവിക്കുന്നതാണ്, എനിക്ക് മാത്രമല്ല, ഇതെല്ലാം നോർമൽ ആണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങൾ പഠിക്കാണ്ട് ഇരിക്കാൻ പാടില്ല. നിങ്ങൾ ഈ പറയുന്ന ലെഫ്റ്റ് ഓവർ ടൈം ആണെന്നുണ്ടെങ്കിലും കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഒത്തിരി പ്രഷർ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് കൊടുക്കാണ്ടിരിക്കുക. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ഇത്രയും റെസ്പോൺസിബിലിറ്റിയുടെയും ഫാമിലിയുടെയും വർക്കിന്റെ ഒക്കെ ഇടയ്ക്ക് നിങ്ങൾ പഠിക്കാൻ ഒരു സമയം കണ്ടെത്തി ഇങ്ങനൊരു ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്ത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എടുത്ത് നിങ്ങൾ പഠിക്കാൻ കാണിച്ച ഒരു എഫേർട്ട് എന്ന് പറയുന്നത് തന്നെ വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ്. അത് തന്നെ നിങ്ങൾ ഫസ്റ്റ്ലി എന്ത് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ അതൊരു വളരെ വലിയൊരു പോസിറ്റീവ് നോട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടേക്കപ്പ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ അത് കൺസിഡർ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവാം.
ഇനിയിപ്പോ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോ നിങ്ങളുടെ ഇപ്പൊ എത്ര ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും നിങ്ങളുടെ ഇന്റലിജൻസിനെ കാട്ടിലും അവിടെ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ ലേണിങ്ങിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്ത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എക്സാം ആണ്. ഇപ്പൊ നിങ്ങൾ കുറച്ചു പേരൊക്കെ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടല്ലേ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒരു തവണ വായിച്ചാലോ രണ്ട് തവണ വായിച്ചാലോ ഒക്കെ വളരെ പെട്ടെന്ന് ഗ്രാബ് ചെയ്യുന്ന ആളുകൾ ഇതിന്റെ ഇടയിൽ കാണും. ഓക്കെ, അവർ നമ്മൾ പറയും ഇന്റലിജന്റ് കുറച്ച് കൂടുതലാന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പഠിക്കാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്, ഇന്റലിജൻസ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ കോൺസെപ്റ്റും വളരെ ക്വിക്ക് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരാളാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആളുടെ വീട്ടിൽ ഇപ്പം ഒരു ഫിനാൻഷ്യൽ വറിയോ അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിൽ ഒരാൾക്ക് സുഖമില്ല, അല്ലെങ്കിൽ ഇപ്പൊ 2-3 ദിവസമായിട്ട് വർക്കിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് സ്ലീപ്പ് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഓർത്തിട്ട് നിങ്ങളുടെ മൈൻഡ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറ, നിങ്ങൾ എത്ര ഇന്റലിജന്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മൊമെന്റിൽ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? കുറവായിരിക്കും അല്ലെ. കാരണം അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമ്മൾ ഇവിടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ പേടിക്കുക അങ്ങനെ ഉള്ള കാര്യമല്ല, നോർമലി എല്ലാവരും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഫോക്കസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ കോൺഫിഡൻസോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. മൈൻഡ് ഓക്കെ അല്ലാത്തപ്പോ നിങ്ങൾ അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ അനുശ്രീ മാം കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഈ പറയുന്ന മൈൻഡിനെ ഓക്കെ ആക്കാനും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നേരത്തെ പഠിക്കുന്ന ആ ഒരു കാപ്പബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റിയോട് കൂടി തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പം മെയിൻ ആയിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് മൈൻഡ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് നോട്ട് സെപ്പറേറ്റ് ഫ്രം ലേണിംഗ്. ഓക്കെ, നിങ്ങൾ വലിയ വലിയ വേർഡ്സും കാര്യങ്ങളും ഒന്നും കണ്ട് പേടിക്കണ്ട. ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് സീക്ക് ഔട്ട് ചെയ്യാം അല്ലെ. ഇപ്പൊ ലേൺ വൈസ് ഫാമിലി തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരാളോട് അത് പങ്കുവെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിൽ നിന്ന് പോകും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ നമ്മളായിട്ട് എന്ത് ചെയ്യുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം മാറി കിട്ടുമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാക്സിമം നമ്മളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ എന്ത് എപ്പോഴും മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പം അത് നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ഇനി പിന്നെ പറയാനുള്ളത്, ഞാൻ സ്ട്രെസ് എന്ന് ഒത്തിരി തവണ പറഞ്ഞു. അപ്പൊ ഈ സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും പല തരത്തിലാണ് നമുക്ക് എന്തുള്ളത്, സ്ട്രെസ് ഉള്ളത്. ഓക്കെ, അപ്പം സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും നോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഹാർംഫുൾ ആയിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നോർമൽ സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അത് നോർമൽ നമുക്ക് കുറച്ചുകൂടെ നിങ്ങളെ അലേർട്ട് ആയിട്ടും അതേപോലെ തന്നെ ഫോക്കസ് ആയിട്ട് വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാല്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സാം ആണ്. അപ്പൊ ബിഫോർ എക്സാം നിങ്ങൾ എന്താ പറയാ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അലേർട്ട് ആയിട്ട് ഇരിക്കുകയും നിങ്ങളുടെ പഠനത്തിനെ നിങ്ങൾ കുറച്ചുകൂടെ എന്താണ് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എക്സാം എഴുതാൻ വേണ്ടി പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോ പറയുകയാണ് നിങ്ങൾക്ക് ഇപ്പൊ അസൈൻമെന്റ് വെക്കാനുള്ള ഡെഡ് ലൈനും കാര്യങ്ങളെല്ലാം ഇപ്പൊ പബ്ലിഷ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് പോസിറ്റീവ് സ്ട്രെസ് ആണ്. കാരണം ആ ഒരു സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഡെഡ് ലൈനിന് മുന്നേ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് മൈൻഡിൽ കയറി വരുന്നത്. അങ്ങനെ വരുന്ന സ്ട്രെസ് എന്ന് പറയുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം, പോസിറ്റീവ് സ്ട്രെസ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, പോസിറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ. എക്സാമിന് മുന്നേ കുറച്ചൊന്ന് ഒരു നെർവസ് ആവുക, അല്ലെങ്കിൽ അസൈൻമെന്റ് സബ്മിഷന് മുന്നേ കുറച്ച് രീതിയിലൊന്ന് വറി ആവുക. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ പറയുന്നാൽ ഷോർട്ട് ടേം സ്ട്രെസ് ആണ്. നിങ്ങളെ കുറച്ചുകൂടെ അലേർട്ട് ആയിട്ട് നിർത്താനും അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് നിർത്താനും ഒക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും നിങ്ങളുടെ മോട്ടിവേഷൻ കൂട്ടാനും അതേപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സാമോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ നല്ല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഒരു തരം സ്ട്രെസ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹാർംഫുൾ ആണ്. അപ്പൊ ഹാർംഫുൾ എന്ന് പറയുമ്പോൾ ഈ സ്ട്രെസ് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അത് നിങ്ങളുടെ ഡെയിലി ഫംഗ്ഷനിങ്ങിനെ അഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല.
ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വർക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ നോക്കാൻ പറ്റുന്നില്ല. വീട്ടിലെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒത്തിരി നാള് നിങ്ങളുടെ അടുത്ത് ഈ പറയുന്ന സ്ട്രെസ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറയാം അതൊരു ഹാർംഫുൾ ആയിട്ടുള്ള സ്ട്രെസ് ആണ്. എക്സാമിന് മുന്നേ എപ്പോഴെപ്പോഴും ഭയങ്കരമായിട്ട് വറി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വറി ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ സ്ട്രെസ് കാരണം പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതെന്താണ്, ഹാർംഫുൾ ആയിട്ട് സ്ട്രെസ്സാ. അതേപോലെ സ്ട്രെസ് കാരണം എന്താണ്, വേറെ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇപ്പം അസൈൻമെന്റ് വെക്കുന്ന കാര്യം പറഞ്ഞപ്പോ സ്ട്രെസ് കാരണം ഇത് എഴുതാൻ പറ്റുന്നില്ല, അതായത് ഓവർ സ്ട്രെസ് ആണ്. ഓക്കെ, അപ്പം ഓവർ സ്ട്രെസ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മളുടെ ഡെയിലി ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല, നമ്മുടെ സ്റ്റഡീസും കാര്യങ്ങളും. അപ്പൊ അങ്ങനെ വരുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഹാർംഫുൾ സ്ട്രെസ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ സ്ട്രെസ് ഉണ്ടാവുന്ന ടൈമില് അത് നിങ്ങളുടെ സ്ലീപ്പിനെയും അതേപോലെ അത് നിങ്ങളുടെ ഹെൽത്തിനെയും അതൊക്കെ അഫക്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നിങ്ങളുടെ ഫോക്കസ് കുറയ്ക്കുക, നിങ്ങളെ ഇമോഷണലി വളരെ ഔട്ട്ബേസ്റ്റ് ആക്കുക. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഈ ഒരു സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന കാര്യമാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പോ നിങ്ങൾക്ക് ഒരു നോർമൽ സ്ട്രെസ് ആ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പുഷ് ചെയ്യത്തേ ഉള്ളൂ. നിങ്ങളുടെ ആ ഒരു എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, അങ്ങോട്ടേക്ക് നിങ്ങളെ അടുപ്പിക്കാനേ നോക്കത്തുള്ളൂ. പക്ഷെ അതേസമയം നിങ്ങളുടെ സ്ട്രെസ് ഹാർംഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാല് നിങ്ങൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒന്നിലും യാതൊരു തരത്തിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, വളരെ സ്ലീപ്പ് ഇഷ്യൂസ് അല്ലെങ്കിൽ അവോയ്ഡൻസ് അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്താണ് ഈ പറയുന്ന ലോങ് സ്ട്രെസ് ഫോം ആവുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. ഇനിയിപ്പോ സ്ട്രെസ്, ഈ പറയുന്ന സ്ട്രെസ് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഉള്ളിൽ റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പല രീതിയിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അതിൽ ഒന്നാമത്തേത് ബോഡി സിഗ്നൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി നമുക്ക് എങ്ങനെയാ സിഗ്നൽ തരുന്നത്. ഇപ്പൊ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മളുടെ ശരീരം നമുക്ക് അത് അറിയിക്കാൻ വേണ്ടി കുറച്ച് സിഗ്നലും കാര്യങ്ങളും ഒക്കെ തരും. ഓക്കെ, അപ്പൊ അത് നമുക്ക് കുറച്ച് നോക്കാം. ബോഡി സിഗ്നൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് ഏക്ക്, ചിലർക്ക് ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോ എന്താണ് ഹെഡ് ഏക്ക് വരുക അല്ലെ. അപ്പൊ ചിലവരോട് നമ്മൾ തലവേദന എടുത്തിരിക്കാന്ന് ചോദിക്കുമ്പോ എന്ത് പറ്റും ചോദിക്കുമ്പോൾ പറയും അല്ലടാ ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും ആണ്, അതുകൊണ്ടാ ഭയങ്കര തലവേദന അല്ലെ. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ തലവേദന വരാറുണ്ട്, അല്ലെങ്കിൽ ബോഡി പെയിൻ വരാറുണ്ട്, ഭയങ്കര ക്ഷീണമായിരിക്കും, ഉറക്കം നല്ല രീതിയിൽ കിട്ടത്തില്ല, അതുപോലെ നമ്മളെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഈ പറയുന്ന ബോഡി തരുന്ന സിഗ്നൽ ആണ്. ഇനി ഇപ്പൊ നമ്മളുടെ മൈൻഡ് തരുന്ന സിഗ്നൽ എന്താന്ന് ചോദിച്ചാല് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ മനസ്സിൽ കിട്ടിയാൽ നമ്മൾ അത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ കാട് കയറിക്കൊണ്ടേയിരിക്കും. നമ്മൾ അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഒരു ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ അത് ഇങ്ങനെ ആലോചിച്ച് ആവശ്യമില്ലാത്തത് ആവശ്യമുള്ളത് എല്ലാം നമ്മൾ ആലോചിച്ച് കൂട്ടുകയാണ്. അപ്പം അത് മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണ്, ഒരു സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, നമ്മളുടെ മൈൻഡ് ഓക്കെ അല്ല, നമുക്ക് സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ മൈൻഡ് തരുന്ന സിഗ്നൽ ആണ്. നമുക്ക് ഒന്നിലും ഒരു കാര്യത്തിൽ നമുക്കൊരു എന്താ പറയാ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ. അതുപോലെ ബ്രെയിൻ ഫോഗ് സംഭവിക്കുക, അതായത് നമുക്ക് നമ്മളുടെ ബ്രെയിൻ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന പോലെ, നമ്മുടെ ബ്രെയിൻ ടയേർഡ് ആണ്, ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും വേഗം വേഗം മറന്നു പോകുന്നു. ഇപ്പൊ നമ്മള് ഈ അടുക്കളയിലൊക്കെ ചിലപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് അറിയാം, നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ ഉണ്ട്, ചിലപ്പോൾ നമ്മള് ഒരു സ്ഥലത്തു നിന്ന് മാറി അപ്പുറത്തോട്ട് എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്തായിരിക്കും എന്തിനാ അവിടെ പോയി നിന്നേന്നൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു പോകാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഈ പറയുന്ന പഠിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് തുറന്നിരിക്കും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർഷൻ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വന്നിരുന്നത്. പക്ഷെ ഈ സ്ട്രെസ് കാരണം നമ്മൾ എടുത്തു വെച്ച് നമ്മൾ മറന്നുപോയി, നമുക്ക് ഏത് ചാപ്റ്ററാ നോക്കണ്ട അല്ലെ ഏത് യൂണിറ്റ് ആണെന്നുള്ളത് നിങ്ങൾ മറന്നു പോവാണ്. അതിപ്പോ മൈൻഡ് തരുന്ന ഒരു സിഗ്നൽ ആണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇമോഷണൽ സിഗ്നൽസ് ആണ്. അപ്പൊ ആര് നമ്മുടെ അടുത്ത് വന്നാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുകയാണ്, ആര് നമ്മളോട് എന്ത് ചോദിച്ചാൽ നമുക്ക് ഭയങ്കര ദേഷ്യം, അതുപോലെ ആൻസൈറ്റി, ഇനി അടുത്തത് എന്തോ സംഭവിക്കാനിരിക്കുകയാണ്, അങ്ങനെ ഒരു ആൻസൈറ്റി നമ്മുടെ ഉള്ളിൽ വരികയാണ്. നമുക്ക് എപ്പോഴും ഭയങ്കര ലോ മൂഡായിരിക്കും. ആരെന്ത് പറഞ്ഞാലും നമുക്ക് ഒന്നുമില്ല, നമ്മളെ അതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ ലോ മൂഡിലായിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യുക സ്ട്രെസ് ഉണ്ടെങ്കിൽ. പിന്നെ വരുന്നത് ബിഹേവിയർ സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റഡി മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. നമ്മൾ വെറുതെ ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു കാര്യമില്ല. അതിൽ ആളുകളോടൊക്കെ നമ്മൾ വളരെ റൂഡായിട്ട് വളരെ ദേഷ്യത്തോടു കൂടി ആരടുത്ത് വന്നാലും ഭയങ്കര ദേഷ്യമാണ്, നമുക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ നമ്മൾ നോർമലി ചെയ്തുകൊണ്ടിരുന്ന കാര്യം ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് പുറത്തു പോകുന്നതായിരിക്കും, അല്ലെ സിനിമ കാണുന്ന ആയിരിക്കും, അല്ലെ കുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പല പല കാര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ഒരു ഇൻട്രസ്റ്റ് കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ അതാണ് എന്തെന്ന് പറഞ്ഞാല്
ബിഹേവിയറിൽ വരുന്നത്. നമ്മൾ എല്ലായിടത്തുനിന്നും വിഡ്രോവലാ. ഒന്നിലേക്ക് നമുക്കൊരു ഇൻട്രസ്റ്റ് എന്താ പറയാ വരുന്നില്ല. അപ്പൊ അതാണ് നമ്മളുടെ ബിഹേവിയറൽ സിഗ്നലിൽ വരുന്ന 4 സിഗ്നൽ നമ്മൾ കണ്ടു. ബോഡി സിഗ്നലും, മൈൻഡ് സിഗ്നലും, ഇമോഷണൽ സിഗ്നലും, ബിഹേവിയറൽ സിഗ്നലും കണ്ടു. അപ്പം ഈ പറയുന്ന സിഗ്നലുകളൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യുക. നമ്മൾ ഏറ്റവും നേരത്തെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ലതാണ്. അപ്പം അങ്ങനെ നോട്ടീസ് ചെയ്താൽ എന്താ അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ. ഒരു കാര്യം വഷളാവുന്നത് വരെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നോട്ട് ചെയ്ത് വെക്കാൻ പാടില്ല. ഇപ്പം നിങ്ങൾ എല്ലാവരും പഠിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പഠന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ടൂൾസ്, ടെക്നിക്സ് ഇതൊക്കെ യൂസ് ചെയ്യാന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ ഇത് എവിടം വരെ പോകുമെന്ന് നോക്കി ഇരുന്നിട്ട് ചിലപ്പോ അവസാനം എക്സാം ടൈം ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ടൈമിലായിരിക്കും നിങ്ങളെ കൊണ്ട് ഒട്ടും പറ്റാത്തത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും തുടക്കത്തിലെ എന്ത് ചെയ്യേണ്ടായിരുന്നു, ഇതിനെ എന്തെങ്കിലുമൊക്കെ നോക്കുമായിരുന്നെങ്കിൽ എന്റെ സ്ട്രെസ് കുറയ്ക്കായിരുന്നു. ഇപ്പൊ ഒന്നും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതിലും ഭേദം എന്താണ്, ഈ പറഞ്ഞ സിഗ്നൽസ് എല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇനി ഇത് ഐഡന്റിഫൈ ചെയ്യുക. എന്താണ് ആ ഒരു ടൈമിൽ ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ സിഗ്നൽസ് ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുള്ള കാര്യങ്ങൾ നോക്കാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് ഇത്രയും സിഗ്നൽസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ ഇവിടെ കുറെ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് കുറെ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില സ്ട്രെസ് സിഗ്നൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാമോ? ഇപ്പൊ നമ്മൾ ബോഡി സിഗ്നൽ കണ്ടു, അല്ലെങ്കിൽ ഇമോഷണൽ കണ്ടു, ബിഹേവിയർ കണ്ടു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഇത്രയും നാളും ജീവിച്ചതില് നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് ഒരു സ്ട്രെസ് സിഗ്നൽ ആണ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്? എന്താണ് വന്നിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാമോ? നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. കുറെ പേര് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഹെഡ് ഏക്ക് എന്ന് ഒരാൾ പറഞ്ഞു, സ്ട്രെസ് വരുമ്പത്തേക്കും. ഓക്കെ ഓക്കെ. സ്റ്റൊമക് പെയിൻ, ബോഡി സ്ട്രെസ്, ഇറിറ്റേഷൻ, ഹെഡ് ഏക്ക്, ലോ മൂഡ്, ആങ്കർ, ടയർഡ്നെസ്, മൈഗ്രെയിൻ, ബോഡി പെയിൻ. ഓക്കെ. കുറെ പേര് കുറെ എന്താ പറയാ സിഗ്നൽസ് പറയുന്നുണ്ടല്ലേ. ഓവർ തിങ്കിങ്, ഇറിറ്റേഷൻ, സ്ലീപ്പ് ഇഷ്യൂസ്. ഓക്കെ. ഒത്തിരി ആളുകൾ ഒത്തിരി സിഗ്നൽസ് പറയുന്നുണ്ട്. അപ്പം ഇപ്പൊ ഇത്രയും ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോ അതും നിങ്ങൾ ഈവൻ നിങ്ങളൊരു സ്ട്രെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇതൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന സ്ട്രെസ് സിഗ്നൽ ആയിരുന്നു. അത് നിങ്ങൾ നോട്ടീസ് ചെയ്തത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാറ്റ് ബോക്സിൽ ഇത് ടൈപ്പ് ചെയ്തിടാൻ പറ്റുന്നത് അല്ലെ. അപ്പം നിങ്ങളൊന്ന് വിചാരിക്കുക, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് നിങ്ങൾ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇപ്പം കുറച്ച് ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. കുറെ പേര് അത് മൈൻഡ് ചെയ്യാതെ വിട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇനിയിപ്പം ഇതിന് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അനുശ്രീ മാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൂൾസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ആ ഒരു സമയത്ത് ഇത്രയും സിഗ്നൽ വന്നിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഇനിയും ഇത് ഒക്കർ ചെയ്യുന്ന സമയത്ത് ആ ടൂൾസും കാര്യങ്ങളൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ പിന്നെ നിങ്ങൾക്ക് സ്ട്രെസ് വരുമ്പോ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് എന്ത് ചെയ്യും, കുറവായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശരിക്കും പറ്റും. അപ്പൊ അതിനെ കുറിച്ചിട്ട് പിന്നീട് നമ്മുടെ അനുശ്രീ മാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരും. ഇപ്പൊ കുറെ ആൾക്കാര് അവരുടെ സിഗ്നൽസ് എല്ലാം റെക്കഗ്നൈസ് ചെയ്തിട്ട് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് റെക്കഗ്നൈസ് ചെയ്ത് തന്നെ എന്താണ് വലിയൊരു കാര്യമാണ്. എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ അത് നമുക്ക് റെഡ്യൂസ് ചെയ്തെടുക്കാം. സോ ഇനിയിപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ അറ്റൻഷൻ ട്രെയിനിങ് ആണ്. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാല് ഇപ്പം ഒത്തിരി ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു യോഗയൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെയൊക്കെ ഇരുന്നിട്ട് നമ്മളെ മനസ്സിൽ വളരെ കാമായിട്ട് ഒന്നും മിണ്ടാണ്ട്, ആരോടും മിണ്ടാണ്ട്, അല്ലെങ്കിൽ വളരെ സ്പിരിച്വൽ ആയിട്ട് ചില ആളുകൾ കൺസിഡർ ചെയ്യും. അപ്പൊ അതല്ല മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാല്. ഒരിക്കലും ആ ഒരു യോഗ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എന്താ പറയാ അറ്റൻഷൻ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ വേണ്ടിട്ട് ഇരിക്കുക. ഓക്കെ, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് അങ്ങ് വിട്ടിട്ട് നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തോ ഒരു ഇഷ്യൂ നിങ്ങളുടെ മൈൻഡിൽ കയറി വന്നു. എന്നിട്ട് നിങ്ങൾ അത് ആലോചിച്ച് എന്ത് ചെയ്തു, അങ്ങ് കാട് കയറി അങ്ങ് പോയി. ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് ഒരു ഇത് വന്നത്, അയ്യോ ഞാൻ പഠിക്കാൻ വേണ്ടിട്ട് ഇരുന്നതല്ലേ, പക്ഷെ ഞാനിപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റെന്തോ ഒരു കാര്യം ആലോചിച്ച് ഡീവിയേറ്റ് ചെയ്ത് അങ്ങ് പോയി പഠിത്തം അങ്ങ് വിട്ടു. ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്
മറ്റൊരു കാര്യം മനസ്സിലേക്ക് ഓർമ്മ വന്നിട്ട് നിങ്ങൾ അത് ആലോചിച്ചുകൊണ്ട് പോയത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ബോധം വന്നിട്ട് ഓക്കെ, ഇപ്പം ഞാൻ അത് ആലോചിച്ചിരിക്കേണ്ട ടൈം അല്ല. ഇപ്പം ഞാൻ ഈ ടൈം എന്താണ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത് ക്ലാസ് കാണാനോ അല്ലെങ്കിൽ പഠിക്കാനോ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ നമ്മളുടെ മൈൻഡിനോട് പറഞ്ഞിട്ട് ആ നമ്മൾ എങ്ങോട്ടേക്കാണ് നമ്മൾ ആലോചിച്ചു പോയത് അവിടെ നിന്നും തിരികെ നമ്മൾ എന്താണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അങ്ങോട്ടേക്ക് നമ്മൾ തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, മൈൻഡ്ഫുൾനെസ് എന്ന് പറയാ. ഓക്കെ, നമുക്ക് നമ്മളുടെ മൈൻഡിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ നോട്ടീസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നോട്ടീസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാ, പ്രസന്റ് നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി എന്താണോ, ചിലപ്പോൾ ബുക്ക് വായിക്കുമായിരുന്നേനെ, അല്ലെ വീഡിയോ ക്ലാസ് കാണുമായിരിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ റെഫർ ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നേനെ. അപ്പൊ നിങ്ങൾ ഏതൊരു സാഹചര്യം ആയിരുന്നു നിങ്ങൾ അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കിയത്, ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൈൻഡിനെ തിരികെ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഇവിടെ എന്തെന്ന് പറയുന്നത്, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ ഈച്ച് ടൈം നിങ്ങൾ നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു എബിലിറ്റിനെ എന്ത് ചെയ്യുക ചെയ്യുന്നത്, സ്ട്രെങ്തൻ ചെയ്യുന്നത്. അപ്പൊ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കല്, നിങ്ങൾ നിങ്ങളുടെ തോട്ട്സിനെ എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് വെറുതെ മിണ്ടാണ്ട് ആരോടും മിണ്ടാണ്ട് കണ്ണടച്ച് കുറച്ചു നേരം ഇരിക്കുന്നതല്ല മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മറിച്ച് നിങ്ങൾ എന്താണ് ഡീവിയേറ്റ് ആയി പോയി, നിങ്ങൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, അവിടുന്ന് ഡീവിയേറ്റ് ആയിട്ട് നിങ്ങൾ മറ്റെങ്ങോട്ടേക്ക് പോയി, അറ്റ് ദ മൊമെന്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു ഓക്കെ, ഇപ്പൊ എന്താ പറയാ, ഞാൻ അങ്ങനെ കാട് കയറി പോവണ്ട, ഞാൻ ഇപ്പൊ വന്നിരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരാം എന്ന് കരുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, മൈൻഡ്ഫുൾനെസ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ മൈൻഡ്ഫുൾനെസ്സിൽ നോട്ടും ഈസും കൊടുത്തിരിക്കുന്നത്. നോട്ട് എന്ന് പറഞ്ഞാല് തോട്ട്സ് ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ വളരെ കാം ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ എന്തോ ഒരു സ്പെഷ്യൽ പേഴ്സണാലിറ്റി ആണ്, അതൊന്നുമല്ല മൈൻഡ്ഫുൾനെസ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്തു, അവിടെ നിന്ന് നിങ്ങൾ റിട്ടേൺ ബാക്ക് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മൊമെന്റ് പ്രാക്ടീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്കില്ല് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല ഏരിയകളിൽ ഇതുകൊണ്ട് ഹെൽപ്പ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ സ്റ്റഡി, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിലൊരു ഡിസ്ട്രാക്ഷൻ വരുമ്പോ അവിടെ നിന്ന് തിരികെ വന്നിട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഇംപ്രൂവ്മെന്റ് വരുത്തുക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പേരന്റിങ്ങിനെ സംബന്ധിച്ചെടുത്ത് പേരന്റിങ് ഇംപ്രൂവ് ആവുക, വർക്ക് സ്ട്രെസ് എന്ത് റിലീസ് ആവുക, അല്ലെങ്കിൽ സ്ലീപ്പ്, ചില ആളുകൾക്ക് ഉറങ്ങാൻ കിടക്കുന്ന സമയത്തായിരിക്കും മാക്സിമം കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് ആലോചിച്ച് കൂട്ടുന്നത്, അല്ലെ, വേറെ ഒരു സമയവും കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ആകെപ്പാടെ കുറച്ച് സമയം ഉറങ്ങാൻ വേണ്ടി കാണത്തുള്ളൂ. ആ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചില ആളുകൾ നമ്മൾ രാവിലെ എണീറ്റ് വളരെ ടയേർഡ് ആയിട്ടിരിക്കും, നമ്മൾ ചോദിക്കും എന്ത് പറ്റി ഉറങ്ങിയില്ലേ, അപ്പൊ പറഞ്ഞു ഓ ഇല്ല ഉറങ്ങാൻ പറ്റില്ല, ഞാൻ അതും ഇതുമൊക്കെ ആലോചിച്ച് കിടന്നു, പിന്നെ ഉറക്കം അങ്ങ് പോകുന്നല്ലേ. അപ്പൊ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇതൊന്ന് വിചാരിച്ചാൽ മതി, നമ്മൾ ഡിവേറ്റ് ആയി പോകുന്ന മൊമെന്റിൽ ഒരു ഒരു കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് റിയലൈസ് ആവുക, ഓക്കെ ഇപ്പൊ എന്റെ സ്ലീപ്പിന്റെ ടൈമാ, ഇപ്പൊ ഞാൻ അത്രയും കാര്യങ്ങൾ ആലോചിച്ചിട്ട് അറ്റ് ദ മൊമെന്റ് എനിക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ ആ ഒരു ടൈമിൽ എന്താ ചെയ്യേണ്ട കാര്യം, ഉറങ്ങാന്നുള്ളതാണ്. കാരണം ഇവിടെ നമുക്ക് പഠിക്കാൻ അല്ലെ, നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ പോലും ഉറക്കം എന്ന് പറയുന്നത് വളരെ എന്താ പറയാ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ആലോചിച്ച് പറയാവുന്നത്, ആ ഒരു മൊമെന്റിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനോട് പറയാ. എന്നിട്ട് അവിടുന്ന് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ തിരിച്ച് എന്ത് ചെയ്യാ, ഓക്കെ ഉറങ്ങാം എന്നുള്ളതിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം ഇതൊക്കെ ഇപ്പം അല്ലെ കുറെ പേരൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പം കുറെ ആളുകളുടെ ലൈഫിലും ഇത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു സെഷൻ മൈൻഡ് ആൻഡ് മൊമെന്റം എന്ന് പറയുമ്പോൾ, മൊമെന്റം എന്ന് പറയുന്നത് തന്നെ ഒരു സ്പീഡ്, എന്താ പറയാ, മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീഡ് അല്ല നമ്മൾ മൊമെന്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറയാണ്. മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് സ്പീഡ്. നിങ്ങൾ ഒരു കാര്യം പഠിക്കാൻ എടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഇന്ന് ഞാൻ 5 മണിക്കൂർ പഠിക്കാനിരിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല. ഓക്കെ, നിങ്ങൾ വർക്ക് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകളാണ്, നിങ്ങൾ തന്നെ വിചാരിക്കുകയാണ് ഞാൻ ഇന്നൊരു 2 മണിക്കൂർ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഓക്കെ, പക്ഷെ നിങ്ങളുടെ മറ്റുള്ള റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കഴിഞ്ഞു വന്നപ്പോ നിങ്ങൾക്ക് അതിനെ കൊണ്ട് പറ്റിയില്ല, 2 മണിക്കൂർ പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾ വിചാരിക്കുക അന്ന് ഇന്ന് പഠിക്കേണ്ട, നാളത്തേക്ക് മാറ്റി വെക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണോ നല്ലത്, അതോ
എന്നാ പോട്ടെ, ഒരു 5-10 മിനിറ്റോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ പഠിത്തത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ നമ്മൾ അതിനെയാണ് എന്തെന്ന് പറയാ, മൊമെന്റം എന്ന് പറയാ. അല്ലാണ്ട് നിങ്ങൾക്ക് 5 മണിക്കൂർ നിങ്ങൾ ഇരുന്ന് പഠിക്കണം, വളരെ ഫാസ്റ്റിൽ നിങ്ങൾ ഇരുന്ന് പഠിക്കണം, ഇതൊന്നുമല്ല മൊമെന്റം. നിങ്ങൾ എങ്ങനെ ഒരു കാര്യം മുന്നോട്ടേക്ക് പതുക്കെ ആണെങ്കിൽ പോലും അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഇപ്പൊ ലേണിംഗ് പ്രോസസ് ആണെങ്കിൽ നിങ്ങൾ അതെങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു, നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ പല ഡിഫിക്കൽറ്റി വന്നാലും ഈ പറയുന്ന 5-10 മിനിറ്റോ ഒരു ദിവസം എടുത്തിട്ട് നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യാണ്ട് വളരെ സ്മോൾ മൂവ്മെന്റിലാണെങ്കിലും നിങ്ങൾ ആ ഒരു മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ മൊമെന്റം കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ പഠിത്തം കുറച്ചുകൂടെ സ്മൂത്ത് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ മൈൻഡ് ആൻഡ് മൊമെന്റം എന്ന് പറയുമ്പോൾ എന്താണ്? മൈൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെ കുറച്ചുകൂടെ കാം ആക്കി വെക്കാനും അവെയർ ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൊമെന്റം നിങ്ങളെ മുന്നോട്ടേക്ക് പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതാണ് മൈൻഡ് ആൻഡ് മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മൊമെന്റ് നിങ്ങൾ കീപ്പ് ചെയ്യാന്നുള്ളത് മനസ്സിൽ വെക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം മനസ്സിൽ വെച്ചു, ഇന്ന യൂണിറ്റ് ഇത്ര ബ്ലോക്ക് ഒരു ദിവസം തീർക്കണം എന്ന് മൈൻഡിൽ ഉണ്ടായിരുന്നു, നിങ്ങളെ കൊണ്ട് അത് പറ്റില്ല അന്നത്തെ ദിവസം, അത് നിങ്ങൾ നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റി വെക്കാണ്ട് ഒരു ജസ്റ്റ് ഒരു പേജ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. അത് നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റേ കൊണ്ടുവരത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഏത് വേ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് അതിൽ കൂടെ തന്നെ സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു എനിക്ക് മെയിൻ ആയിട്ട് പറയാനുണ്ടായിരുന്നത്. ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മളുടെ അനുശ്രീ മാം കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അനുശ്രീ മാമിനെ വെൽക്കം ചെയ്യാണ്. മാം, ഓവർ ടു യു. അപ്പൊ നമ്മള് ഫാത്തിമ മാം നമുക്ക് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണെന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് മെന്റൽ ഹെൽത്ത് എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നും മാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഓൾസോ എങ്ങനെ നമുക്ക് സ്ട്രെസ്സിനെ ഐഡന്റിഫൈ ചെയ്യാം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാം എന്നും പറഞ്ഞു. ആൻഡ് മൈൻഡ്ഫുൾനെസ് എന്താണ് എന്നുള്ള ഒരു ബ്രീഫ് ഐഡിയ മാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ടൂൾസ് ആണ്. ഓക്കെ, വിച്ച് മീൻസ് 3 ടെക്നീക്സ് ആണ്. അതായത് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാൻ. മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബീങ് ഇൻ ദ പ്രസന്റ്. നമ്മൾ പ്രസന്റിൽ ഫോക്കസ് ചെയ്തിരിക്കുക. അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 3 സിമ്പിൾ ടെക്നീക്സ് അല്ലെങ്കിൽ ടൂൾസ്. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രീത്തിങ് റിലേറ്റഡ് ആണ്. ഓക്കെ, അതായത് നമ്മൾ നമ്മുടെ ബ്രീത്തിനെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് റിലാക്സ്ഡ് ആവാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ റീസെറ്റ് ബ്രെത്ത് ആണ്. നമ്മുടെ ബ്രീത്തിങ്ങിനെ ഒന്ന് റീസെറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു എക്സസൈസ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രാക്ടീസ് എപ്പോഴൊക്കെ ചെയ്യാന്നുള്ളത് ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ പോവാണ്, അപ്പൊ നിങ്ങൾക്കൊന്ന് എന്താ പറയാ, കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവണം. ബിക്കോസ് ഡേയിൽ ഫുൾ നിങ്ങൾക്ക് വർക്ക് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്കൊന്ന് റിലാക്സ്ഡ് ആവണം എന്ന് തോന്നുവാണെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് പഠിക്കാം. അപ്പം ആദ്യം നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം, എന്നിട്ട് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എന്താ പറയാ, സ്ലീപ്പ് ചെയ്യണം, ഉറങ്ങാൻ പോകണം, അപ്പൊ നിങ്ങൾക്ക് അതിന് മുന്നേ ആയിട്ടും ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, സ്ട്രോങ് ഇമോഷൻസ് ഒക്കെ വന്നിട്ട് നിങ്ങൾ ഓവർവെൽഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ, ആങ്ഷ്യസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഈ ഒരു പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ആകെ വേണ്ടത് നിങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളിത് ചെയ്യുന്നതിന്റെ മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത്, ഇരുന്നാലും നിന്നാലും ഓക്കെ, നമ്മൾ ഭയങ്കര എന്താ മസിൽ പിടിച്ച് അങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കണം. ഓക്കെ, നമ്മുടെ ഷോൾഡേഴ്സ് ഒക്കെ റിലാക്സ് ആക്കി വെച്ച് അങ്ങനെ ജസ്റ്റ് ലൈറ്റ് ആയിട്ട് ഇരിക്കാം. എന്നിട്ട് നമ്മൾ ഭയങ്കര സിറ്റ് സ്ട്രേറ്റ്, നേരെ ഇരിക്കണം. ബാക്ക് ബോൺ ഒക്കെ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് ഇരിക്കുക. അതിനുശേഷമാണ് നമ്മുടെ ബ്രീത്തിങ്ങിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾക്ക് ഫാത്തിമ മാം നേരത്തെ പറഞ്ഞു നമ്മൾ ബ്രീത്തിങ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ നമ്മൾ യൂഷ്വലി എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുക, അതേപോലെ തന്നെ മൂക്കിലൂടെ ശ്വാസം എടുക്കുക. അതായത് പതുക്കെ ശ്വാസം എടുക്കുക, ഭയങ്കര സ്ലോ പേസിൽ നമ്മൾ ശ്വാസം എടുക്കുക. അങ്ങനെ നമ്മൾ സ്ലോ ആയിട്ട് ഇൻഹേൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇപ്പം ഒരുപാട് നേരം വെക്കണം എന്നില്ല. ഇപ്പം നമ്മൾ ഈ ഒരു ബ്രീതിങ് എക്സസൈസസ് ചെയ്ത് ശീലമില്ലാത്തവർക്ക് ഒരിക്കലും കുറെ നേരം ഒന്നും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒരു 1 or 2 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം വളരെ സ്ലോ ആയിട്ട് നിങ്ങളുടെ ശ്വാസം പുറത്തേക്ക് വിടുക, എക്സേൽ ചെയ്യുക. ഓക്കെ,
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഹേൽ ചെയ്യുമല്ലോ, അതിനേക്കാട്ടിലും സ്ലോ ആയിട്ടാണ് നമ്മൾ എക്സേൽ ചെയ്യേണ്ടത്. അപ്പോഴാണ് ലൈക്ക് നമ്മുടെ ബ്രീതിങ് ഒന്ന് ലൈക്ക് സ്ലോവർ ആവുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളെ തന്നെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യിക്കുകയാണ്. നമ്മുടെ ബ്രീതിങ് സ്ലോവർ ആയി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി ഒന്ന് സ്ലോ ആവും. ഓക്കെ, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നല്ല നേരെയായിട്ട് ഇരിക്കുക, ലൈക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, വെരി ഗുഡ്, തംസ് അപ്പ് വരുന്നുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, എന്നിട്ട് ഷോൾഡർ ഒക്കെ വളരെ റിലാക്സ്ഡ് ആക്കി വെക്കുക. എന്നിട്ട് ഞാൻ ഇൻഹെയിൽ എന്ന് പറയുമ്പോൾ പതുക്കെ ശ്വാസം എടുക്കുക കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇൻഹെയിൽ, കുറച്ച് ഹോൾഡ് ചെയ്ത് വെക്കുക. എക്സ്ഹെയിൽ, പതുക്കെ ശ്വാസം വിടാം. ഓക്കെ, ഒന്നും കൂടെ ചെയ്യാം. ലൈക്ക് ഒന്നുകൂടെ നമുക്ക് ഇൻഹെയിൽ ചെയ്യാം. ഇൻഹെയിൽ, ഹോൾഡ്, എക്സ്ഹെയിൽ. പതുക്കെ സ്ലോവർ ആയിട്ട് നമുക്ക് എക്സ്ഹെയിൽ ചെയ്യാം. ഓക്കെ, ഒരു തവണ കൂടെ ചെയ്യാം. 3 ടൈംസ് നമുക്ക് ചെയ്യാലോ. ഇൻഹെയിൽ, ഹോൾഡ്, എക്സ്ഹെയിൽ. ഓക്കെ, ഇപ്പൊ നമുക്കിത് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ നോർമലി ചെയ്യാത്ത, അതായത് നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ്ഡ് ആയ പോലെ തോന്നും, ലൈക്ക് ഒന്ന് സോഫ്റ്റൻഡ് ആയ പോലെ തോന്നും, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് സ്ലോ ഡൗൺ ആയ പോലെ തോന്നും. ഓക്കെ, കാരണം നമ്മൾ എപ്പോഴും ഭയങ്കര കോൺസ്റ്റന്റ് റഷിലാണ് അല്ലേ. എന്താ പറയാ, നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, വി ആർ ഇൻ എ റാറ്റ് റേസ് എന്നാ പറയാ. ഭയങ്കരമായിട്ട് എന്തിനോ വേണ്ടി നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം ഈ ഒരു ഓട്ടത്തിന്റെ ഇടയിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇത് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ നമ്മളെ തന്നെ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, പ്രസന്റിലേക്ക് എന്തിനാണ് നമ്മളെ കൊണ്ടുവരുന്നത്? എപ്പോഴും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഫ്യൂച്ചറിനെ കുറിച്ചോ പാസ്റ്റിനെ കുറിച്ചോ ചിന്തിച്ച്, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളോ ഇനി വരാനുള്ള കാര്യങ്ങളോ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഫ്യൂച്ചറിൽ, അതായത് ഫ്യൂച്ചറിലോ പാസ്റ്റിലോ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പ്രസന്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ തന്നെ പ്രസന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു എക്സസൈസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇപ്പം എന്താ പറയാ, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു ഹാപ്പി ഡേ ആവണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് തോന്നുന്ന ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ. ആ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്ന ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ. ആ ദിവസങ്ങളിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളെ തന്നെ റീസെറ്റ് ചെയ്യാനായിട്ട്, അതായത് ഫോക്കസ് ഒന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക്, ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് നമുക്ക് എല്ലാ ദിവസവും പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും പെർഫെക്റ്റ് ആവണം എന്നില്ല. എന്താ പറയാ, അങ്ങനെ ഭയങ്കര ഹെവി ആവുന്ന ദിവസങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ റീസെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടെക്നിക്ക് നോക്കാം. ഇത് വൺ ഓഫ് ദ ടെക്നിക്സ് ആണ്. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഒരു ടെക്നിക്കും കൂടെ ഞാൻ പറയാം. ഈ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ലൈക്ക് വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് പോലെ തന്നെ സിമ്പിൾ തന്നെയാണ്. ഗ്രൗണ്ടിങ് എന്നാണ് പറയുക. അതായത് സെയിം തിങ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് സ്ട്രോങ്ങർ ആവുമ്പം, ഭയങ്കര പാനിക് ആയിട്ട് തോന്നുമ്പം, ഓവർവെൽമിംഗ് ആയിട്ട് തോന്നുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും നമ്മുടെ 5 സെൻസസിനെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാലോ, നമുക്കൊക്കെ 5 സെൻസസ് ആണുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും അത് യൂസ് ചെയ്യും, അല്ലെ കോൺഷ്യസ്ലി അല്ല, എപ്പോഴും അല്ലാതെ തന്നെ നമ്മൾ ഓൾറെഡി എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ വിഷൻ, പിന്നെ നമ്മുടെ ടച്ച്, ലൈക്ക് നമ്മുടെ സ്കിൻ, നമ്മൾ ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലൂടെയാണ്. പിന്നെ നമ്മുടെ ഹിയറിംഗ് കപ്പാസിറ്റി, പിന്നെ നമ്മുടെ സ്മെല് ചെയ്യുന്നത് നമ്മൾ നോസിലൂടെയാണ്. ടേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ടങ് വെച്ചിട്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ 5 സെൻസസിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്ക് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചെയ്താലോ? ഇത് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് തിങ് ഞാൻ പറയാം, നമ്മൾ വിഷനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഐ ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പറയേണ്ടത്, അതായത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ വിഷനെയാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും നോക്കുക. അപ്പൊ നിങ്ങൾ റൂമിലായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങളുടെ ചുറ്റും നോക്കുന്ന സമയത്ത് അവിടെ കുറെ സാധനങ്ങൾ ഉണ്ടാവും, ലൈക്ക് ഓബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ.
അപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന 5 സാധനങ്ങളെ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ പറയാം, ഓക്കെ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ റൂമിലൊരു എന്താ പറയുക, ഒരു ടേബിൾ ഉണ്ട്, ഒരു ചെയർ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ഫോൺ, പെൻ, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എനിക്ക് എൻ്റെ ചുറ്റും ഉള്ള സാധനങ്ങളായിട്ട് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും എന്തൊക്കെയാണോ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് മൈൻഡിൽ അതിന്റെ പേര് പറയാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ചാറ്റ് ബോക്സ് ഉണ്ടല്ലോ, ചാറ്റ് ബോക്സിലും പറയാം കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തേ നിങ്ങളുടെ ചുറ്റും എന്തൊക്കെയാ ഉള്ളത് നോക്കിക്കേ, എന്തൊക്കെയാ കാണാൻ കഴിയുന്നേ. ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം കേട്ടോ, ഓരോരോ സാധനങ്ങൾ എന്തൊക്കെയാ കാണാൻ കഴിയുന്നതെന്ന് പറയാം. ഓക്കെ, ലാപ്പ്, മിറർ, ബുക്ക്, TV, ചെയർ, ബുക്ക്, പെൻ, ടേബിൾ, ലാപ്ടോപ്പ്, വാട്ടർ ബോട്ടിൽ. വെരി ഗുഡ്. കുറേ കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസ് ചെയ്തു. ചിൽഡ്രൻ, അയൺ ബോക്സ്, ഫാൻ, ടേബിൾ, ചെയർ, ഫാൻ, ടേബിൾ, ക്ലോക്ക്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പൊ നിങ്ങൾ ഇവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നേ, ചുറ്റും ഒബ്സർവ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഓരോന്നിനെയും നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് ഓക്കെ ഇതെന്താണ്, ഇത് കബോർഡാണ്, ഇത് ടേബിൾ ആണ്, ഇത് ചെയർ ആണ്. നിങ്ങൾ മൈൻഡ്ഫുൾ ആവുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ പ്രസന്റിൽ ഫോക്കസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഇപ്പം ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. വെരി ഗുഡ്. കുറേ ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത് സ്പീക്കർ, ചാർജർ, മൊബൈൽ, ബുക്സ്, റിമോട്ട്, ഡ്രിങ്കിങ്, അത് ഞാൻ കണ്ടില്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. കുറേ തിങ്സ് ഉണ്ടല്ലേ നമ്മുടെ ചുറ്റും. സോ അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് സെൻസിനെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വിഷൻ, നമ്മൾ എന്താണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നതെന്ന് നമ്മൾ നോട്ട് ചെയ്തു. ഇനി സെക്കൻഡ് നമുക്ക് നോക്കാം, 4 തിങ്സ് ദാറ്റ് യു ക്യാൻ ഫീൽ. അതായത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് ടച്ചിലൂടെ ഫീൽ ചെയ്യാൻ പറ്റുന്ന 4 തിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പോ എൻ്റെ കയ്യിൽ പെണ്ണുണ്ട്, ഓക്കെ. അപ്പൊ എനിക്കത് ഫീൽ ചെയ്യാം. ഓൾറെഡി ഞാനിവിടെ ഇരുന്നിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം എനിക്ക് ഇവിടെ ഒരു ചെയറിന്റെ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ എനിക്ക് ആ ചെയറിന്റെ സപ്പോർട്ട് എനിക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ ഞാനിവിടെ ലൈക്ക് ഇരിക്കുന്ന സമയത്ത് കാല് നിലത്താണ് വെച്ചിരിക്കുന്നത്, ഫ്ലോറിലാണ് വെച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് ഫ്ലോറിന്റെ ആ ഒരു സപ്പോർട്ട് എനിക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടച്ചിലൂടെ ഫീൽ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ് നിങ്ങളുടെ ചുറ്റുമുള്ളതെന്ന് നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം കേട്ടോ. വെരി ഗുഡ്. സോഫ, നിങ്ങൾ സോഫയിൽ ഇരിക്കുകയാണെങ്കിൽ മൊബൈൽ ഫോൺ, ഓക്കെ, മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ച് നിങ്ങൾ സെഷൻ കാണുകയാണെങ്കിൽ ഒബ്വിയസ്ലി മൊബൈൽ ഫോൺ ആണ്. ആൻഡ് ബേബി, ഓക്കെ, ബേബി ഉണ്ട്. ഓക്കെ, ഫോൺ, പെൻ, ബുക്ക്, ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നമുക്ക് മനസ്സിലായല്ലേ. അപ്പൊ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെ, ടച്ചിലൂടെ നമുക്ക് ഒരുപാടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹിയറിംഗ് കപ്പാസിറ്റിയിലാണ് അല്ലെ. നമുക്ക് കേൾക്കാൻ കഴിയുന്ന, അതായത് നമുക്ക് എന്തൊക്കെ ഡിഫറെന്റ് സൗണ്ട്സ് ആണോ കേൾക്കാൻ കഴിയുന്നത് അതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് ലൈക്ക് മൈൻഡ്ഫുൾ ആയിട്ടൊന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് എന്തൊക്കെ സൗണ്ട് ആണ് കേൾക്കാൻ കഴിയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ റൂമിലാണ്, അപ്പൊ എനിക്ക് ഇവിടെ ഫാനിന്റെ സൗണ്ട് കേൾക്കാം, ബിക്കോസ് ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട്. ആൻഡ് അതേപോലെ നിങ്ങൾക്ക് ചുറ്റും എന്തൊക്കെ വേറെ ഡിഫറെന്റ് സൗണ്ട്സ് അതൊക്കെ കേൾക്കുന്ന, ഓക്കെ, നോയ്സ് ഓഫ് ചിൽഡ്രൻ, ഗ്രാൻഡ്മ ടോക്കിംഗ്, സൂം മീറ്റിംഗ് ഫ്രം ഫോൺ, നിങ്ങൾക്ക് എന്റെ സൗണ്ട് കേൾക്കാലോ. ഓക്കെ, കാർട്ടൂൺ, ഓക്കെ, ക്രൈങ് സൗണ്ട് ഓഫ് ബേബി, ഓക്കെ, മൈ ബേബി ഈസ് ക്രൈങ്, ഇറ്റ്സ് ഓക്കെ. അപ്പൊ പല സൗണ്ട്സ് നിങ്ങൾക്ക് കേൾക്കാം അല്ലെ നിങ്ങളുടെ ചുറ്റും. അപ്പൊ അങ്ങനെ 4 സൗണ്ട്സ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരുപാട് സൗണ്ട്സ് എന്താ റെക്കഗ്നൈസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, ഫൈൻ. അപ്പൊ നിങ്ങളുടെ ഹിയറിംഗ് സെൻസിനെ നിങ്ങൾ യൂസ് ചെയ്തു, ഫൈൻ. നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്മെല്ലിംഗ് ആണ്. നമ്മുടെ മൂക്ക് ഉപയോഗിച്ച് നമുക്ക് സ്മെൽ ചെയ്യാമല്ലോ. അപ്പൊ നമ്മൾ ചുറ്റും നോക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്, അപ്പൊ നമുക്ക് എന്തൊക്കെ സ്മെല്ലാണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ റൂമിലാണെങ്കിൽ നിങ്ങളുടെ റൂമിന് ഒരു പെർട്ടിക്കുലർ സ്മെൽ ഉണ്ടാവുമല്ലോ. ഒരു റൂം ഫ്രഷ്നർ ഒക്കെ ഉപയോഗിച്ച് വളരെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റൂമാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെതായ സ്മെല്ലായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിൽ ഫുഡിന്റെ സ്മെല്ലായിരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന 2 ഡിഫറെന്റ് സ്മെൽസ് നിങ്ങൾക്ക് പറയാം. സോ ഫിഷ് ഫ്രൈ, ഓക്കെ, അങ്ങനെ പല ടൈപ്സ് ഓഫ് സ്മെൽസ് ഉണ്ട് അല്ലെ. സാമ്പാർ, കുറെ ആൾക്കാർ ഫുഡൊക്കെ പറയുന്നുണ്ട്, പെർഫ്യൂം, അഗർബത്തി, ഒക്കെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്മെൽ നിങ്ങൾക്ക് കിട്ടും. വെരി ഗുഡ്. നിങ്ങൾ ഒരുപാട് പേര് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഫൈൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം, 1 ടേസ്റ്റ്. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു, നിങ്ങൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഇങ്ങനെ പറയാം, ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്.
അങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു പ്ലെയിൻ ഇതായിരിക്കും. അല്ലെങ്കിൽ ഓക്കെ 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 കുറച്ച് എന്ന് പറഞ്ഞിട്ട് മേ ബി നിങ്ങൾ കഴിച്ചുകൊണ്ടായിരിക്കും സെഷൻ കാണുന്നത്, അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാവാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ നമ്മുടെ 5 സെൻസസിനെ യൂസ് ചെയ്തിട്ടാണ് ഈ ഗ്രൗണ്ടിങ് ടെക്നിക്ക് ചെയ്യുക. നമ്മൾ ഈ 5 സെൻസസിനെയും യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, നമ്മൾ മൈൻഡ്ഫുൾ ആവുകയാണ്, നമ്മൾ നമ്മളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാണ്, നമ്മൾ പ്രസന്റിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പൊ ഇത് നിങ്ങൾക്ക് എപ്പോഴൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം, ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ അത്രയ്ക്കും ഓവർവെൽമിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അഡൽട്ട് ലേണേഴ്സിന്, നമ്മളൊക്കെ അഡൽട്സ് ആണ്, അപ്പൊ അഡൽട്ട് ലേണേഴ്സിന് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ, നമ്മൾ കോൺസ്റ്റന്റ്ലി ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി കോഴ്സിന് എൻറോൾ ചെയ്തു, അപ്പൊ നമ്മൾ ചിന്തിക്കുക എന്താ, അയ്യോ ഇതിപ്പം എങ്ങനെയാ ഞാൻ കംപ്ലീറ്റ് ചെയ്യുക, എനിക്ക് ഞാനെങ്ങാനും ഇതിൽ ഫെയിൽ ആയാലോ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അതായത് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ബാക്കിയുള്ളവരെ ഞാൻ ഡിസപ്പോയിന്റ് ചെയ്യിച്ചാലോ എന്നൊക്കെ ഭയങ്കരമായിട്ട് തിങ്കിങ് അല്ലേ നമുക്ക്. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾ ആക്ച്വലി പ്രസന്റ് മൊമെന്റിലേക്കാണ് നമ്മൾ നമ്മളെ തന്നെ കൊണ്ടുവരുന്നത്. വിച്ച് മീൻസ് പ്രസന്റിലേക്ക് വന്നിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഫ്യൂച്ചറിൽ പോയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റില്ല, പാസ്റ്റിൽ പോയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുക എവിടെയാ, പ്രസന്റിലാണ്. അപ്പൊ പ്രസന്റിൽ ഇരുന്നാലേ, അതായത് നമ്മൾ ഫ്യൂച്ചറിൽ നമുക്ക് ബെറ്റർ റിസൾട്ട്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രസന്റിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് ടെക്നിക്ക് എന്ന് പറയുന്നത് നെയിം ഇറ്റ് ആണ്. ആക്ച്വലി ഇത് സിമ്പിൾ ആണ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഇമോഷൻ തോന്നുകയാണ്, അത് നെഗറ്റീവ് ആവാം, ഓക്കെ, ഇപ്പൊ നമ്മൾ ആങ്ഷ്യസ് ആവാം, സ്ട്രെസ്ഡ് ആവാം. ഓക്കെ, ഐ എം ആങ്ഷ്യസ്, ഞാൻ ആങ്ഷ്യസ് ആണ്, അല്ലെങ്കിൽ ഞാൻ സ്ട്രെസ്ഡ് ആണ്, ഞാൻ ആംഗ്രി അല്ലെ, അങ്ങനെ ഞാൻ ഫിയർഫുൾ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ആക്ച്വലി പറയുന്നത് നമ്മൾ ആ ഇമോഷൻ ആണെന്നാണ്, വിച്ച് ഇസ് ആക്ച്വലി റോങ്. അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ, ഐ എം ആങ്ഷ്യസ്. ഇപ്പൊ നിങ്ങൾ ആങ്ഷ്യസ് ആണെങ്കിൽ നിങ്ങൾ ഐ എം ആങ്ഷ്യസ് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ അതിനെ ഒന്ന് റീഫ്രേസ് ചെയ്യുക. അതായത് ഐ എം നോട്ടീസിങ് ആങ്സൈറ്റി എന്ന് പറയുക. ഓക്കെ, ഐ എം നോട്ടീസിങ് ആങ്സൈറ്റി, അതായത് എനിക്ക് എന്നിലൊരു ആങ്സൈറ്റി നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ആം സ്ട്രെസ്ഡ് എന്ന് പറയുന്നതിനെക്കാട്ടിൽ നിങ്ങൾക്ക് പറയാം ഐ എം നോട്ടീസിങ് സ്ട്രെസ്, അതായത് എനിക്ക് എന്നിലൊരു സ്ട്രെസ് നോട്ടീസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പറയാം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നിങ്ങളും ആ ഇമോഷനും തമ്മിലൊരു ഗ്യാപ്പ് വരികയാണ്. വിച്ച് മീൻസ് ലൈക്ക്, അതായത് നിങ്ങൾ പറയുന്നത് നിങ്ങളിൽ ഒരു സ്ട്രെസ് നോട്ടീസ് ചെയ്യുന്നുണ്ട്, അപ്പം അവിടെ തന്നെ നിങ്ങൾ ആൻസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ ആ ഇമോഷനും നിങ്ങളും തമ്മിലൊരു ഗ്യാപ്പ് വരാം. ഹെൻസ് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുകയാണ് ആ ഇമോഷൻ അല്ലെങ്കിൽ ആ ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളല്ല, വിച്ച് ഇസ് നോട്ട് യുവർ ഐഡന്റിറ്റി. നിങ്ങളുടെ ഐഡന്റിറ്റി അല്ല ഒരിക്കലും ആ ഫീലിംഗ് എന്ന് പറയുന്നത്. അത് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ജസ്റ്റ് ഒരു ഫീലിംഗ് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ മാത്രമാണ്. ഈ ഫീലിംഗ് അല്ലെങ്കിൽ ഇമോഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമുക്ക് ഇപ്പൊ സ്ട്രെസ്ഡ് ആയിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മേ ബി നമ്മൾ കുറച്ചൊന്നും ഇരുന്ന് കഴിഞ്ഞാൽ അത് സെറ്റിൽ ആവും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബെറ്റർ ആവും, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇമോഷൻ ആയിരിക്കും തോന്നുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഫീലിംഗ് ആയിരിക്കും വരിക. അപ്പൊ ഈ ഫീലിംഗ്സ് അല്ലെങ്കിൽ ഇമോഷൻസ്, ഈ ഫീലിംഗ്സ് ആ ഫ്ലീറ്റിംഗ് എന്നാ പറയാ, അത് കണ്ടിന്യൂസ്ലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് അല്ലെങ്കിൽ പോലും പതിയെ പതിയെ ഇത് ചേഞ്ച് ആവുന്നതാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ആ ഫീലിംഗിനെ നമ്മളായിട്ട് കരുതരുത്, അത് നമ്മുടെ ഒരു ഫീലിംഗ് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമോഷൻ മാത്രമാണ്. അപ്പൊ അങ്ങനെ നമുക്കൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തെടുത്താൽ കുറച്ചും കൂടെ നമ്മളൊന്ന് റിലാക്സ്ഡ് ആവും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ആങ്ഷ്യസ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഐ എം ആങ്ഷ്യസ് എന്ന് പറയരുത്, ഐ എം നോട്ടീസിങ് ആങ്സൈറ്റി എന്ന് പറയും. അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ സ്ട്രെസ്ഡ് ആവുകയാണെങ്കിൽ ഐ എം സ്ട്രെസ്ഡ് എന്ന് പറയരുത്, ഐ എം നോട്ടീസിങ് സ്ട്രെസ്. ഓക്കെ, ഫൈൻ. ഓക്കെ, താങ്ക് യു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇത് ആക്ച്വലി നമ്മളിത് ചെയ്യുന്നതിലൂടെ നമ്മളെ നോട്ടീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഓക്കെ, എനിക്ക് സ്ട്രെസ് ഉണ്ട്, എനിക്ക് ആങ്സൈറ്റി ഉണ്ട് എന്നൊന്ന് പറഞ്ഞ് നമ്മളെ ജഡ്ജ് ചെയ്യല്ല ചെയ്യുന്നത്, നമ്മളെ നോട്ടീസ് ചെയ്യാണ് ചെയ്യുന്നത്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നോട്ടീസ് ചെയ്യണ്ടേ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ബാലൻസിനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ അഡൽട്ട് ലേണേഴ്സ് ആണ്, അപ്പോൾ നമുക്ക് പല റെസ്പോൺസിബിലിറ്റീസും ഉണ്ട് അല്ലേ, പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പൊ നിങ്ങൾ ഈ ബാലൻസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ, എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്, എപ്പോഴും ഭയങ്കര ബാലൻസ് ആയിട്ട് ഇരിക്കുക, ലൈക്ക് ഭയങ്കര ബാലൻസ്ഡ് ആവുന്ന അങ്ങനെയായിരിക്കുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല, അതൊരു പെർഫെക്റ്റ് ലൈഫ് ക്രിയേറ്റ് ചെയ്യലല്ല ഒരിക്കലും ബാലൻസ് എന്ന് പറഞ്ഞാൽ. ഈ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം. അതിനെ നമ്മൾ എപ്പോഴും നമ്മുടെ റുട്ടീനിലോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലോ എല്ലാ ദിവസവും ചെറിയ തോതിലെങ്കിലും ഇൻക്ലൂഡ് ചെയ്യിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ ഒരു ബാലൻസ് ക്രിയേറ്റ് ആവും എന്നുള്ളതാണ്. അപ്പൊ ബാലൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് റൈറ്റ് ആയിട്ട് ചെയ്യുകയല്ല. ബാലൻസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്മോൾ എമൗണ്ടിൽ
എന്താണ് റെപ്പിറ്റേറ്റീവ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യുക എന്നുള്ളത്. ഓക്കെ ഓക്കെ, തേർഡ് വൺ കാണത്തില്ല. തേർഡ് വൺ ഓക്കെ, ഞാൻ വിസിബിൾ ആക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, അതാണ് ബാലൻസ് എന്ന് പറഞ്ഞാൽ. ലൈക്ക് ഫസ്റ്റ് തിങ്, നിങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. എന്താണ്, സ്മോൾ എമൗണ്ടിലെങ്കിലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ കാര്യങ്ങൾ എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ബേസിക് ആയിട്ടും നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ അതായത് നമ്മുടെ റുട്ടീൻ ഒന്ന് കൊണ്ടുപോകാനായിട്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾസോ നമുക്ക് ബൗണ്ടറീസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ലൈക്ക് ആൻഡ് ഓൾസോ നമുക്ക് എങ്ങനെയാണ് ഒരു മിനിമം പ്ലാൻ വെച്ച് മുന്നോട്ട് പോകുക എന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് തിങ്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നമുക്ക് നോൺ നെഗോഷ്യബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, അത്രയും അങ്ങനത്തെ ഒരു ബേസിക് നീഡ് നമുക്ക് വേണം. അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ പല ആൾക്കാർക്കും അത് പല കാര്യങ്ങളാവാം. ചില ആൾക്കാർക്ക് അത് സ്ലീപ്പ് ആവാം, ചില ആൾക്കാർക്ക് അത് വാട്ടർ ആവാം, അല്ലെങ്കിൽ ചില വാട്ടർ പ്ലസ് മീൽസ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചില ആൾക്കാർക്ക് അത് എക്സസൈസ് ആവാം, 10 മിനിറ്റ് വാക്ക്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് 10 മിനിറ്റ്സ് ക്വൈറ്റ് ടൈം, അതായത് അവരോട് തന്നെ അവരായിട്ട് സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ടൈം ആയിരിക്കാം, മീ ടൈം ആയിരിക്കാം. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ലിസ്റ്റ് തന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പൊ സ്ലീപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. എന്നിട്ടൊരു 1 വീക്കിൽ നിങ്ങളത് കറക്റ്റായിട്ട്, അതായത് 6 to 8 hours ഓഫ് സ്ലീപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അങ്ങനെ, അതായത് ഇതിൽ ഏതെങ്കിലും ഒരു ഹാബിറ്റ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യുക എന്ന്. നെക്സ്റ്റ് തിങ്, ഇപ്പൊ നിങ്ങൾക്ക് വന്നാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മൊമെന്റം കീപ്പ് ചെയ്യുക. ഫാത്തിമ മാം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ 2 ക്ലാസ് കണ്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോട്ട് എടുത്ത് പോകാൻ പറ്റില്ല. അപ്പം ഇന്നലെയുള്ള എനർജി ആയിരിക്കില്ല നമുക്ക് ഇന്ന് ഉണ്ടാവുക. അപ്പൊ ഇന്നത്തെ എനർജി എന്താണോ അത് വെച്ച് നമുക്ക് ആ ഡേ പ്ലാൻ ചെയ്യാം. അപ്പൊ ഇന്നലെക്കാട്ടിലും നമുക്ക് ഇന്ന് എനർജി വളരെ കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്ലാനും അതിനനുസരിച്ച് മിനിമൽ ആക്കണം. അതായത് ഇന്ന് നമുക്ക് ഭയങ്കര എനർജി ലോ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ 2 ക്ലാസ് കാണുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്ക് 1 ക്ലാസ് കാണുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി 1 ക്ലാസ് കാണാനും എനർജി ഇല്ല എന്ന് വെച്ചോ, നിങ്ങൾ ഇന്നലെ പഠിച്ച പോർഷൻസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഓൾറെഡി നോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യാം. ഓക്കെ, മേ ബി ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മേ ബി ടെക്സ്റ്റ് ബുക്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോർഷൻ, ജസ്റ്റ് ഒരു ടോപ്പിക് നിങ്ങൾക്ക് വായിക്കാം. അത് മേ ബി ഒരു പുതിയ ടോപ്പിക് ആവാം, നിങ്ങൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ ടോപ്പിക് ആവാം. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോട്ട് എഴുതാം, ടെക്സ്റ്റ് നോക്കിയിട്ട് നോട്ട് എഴുതാം. ജസ്റ്റ് പാസീവ്ലി നിങ്ങൾക്ക് അത് ചെയ്യാം. നിങ്ങൾ ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നിങ്ങൾ ഓക്കെ പ്രോപ്പറായിട്ട് പഠിച്ചു, ഇന്ന് നിങ്ങൾക്ക് അതിനുള്ള എനർജി ഇല്ല, പക്ഷെ നിങ്ങൾ ആ ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈവൻ ദോ പ്ലാൻ മിനിമൽ ആണെങ്കിലും നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ബാഡ് ഡേ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നിങ്ങളുടെ സ്റ്റഡീസ്. ഇൻസ്റ്റെഡ് നിങ്ങളുടെ പ്ലാൻ വളരെ മിനിമൽ ആക്കുക. അറ്റ്ലീസ്റ്റ് ഒരു പേജെങ്കിലും നിങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് എങ്കിലും നിങ്ങൾ റിവൈസ് ചെയ്യുക, ജസ്റ്റ് 1 കോൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്രൊട്ടക്ട് യുവർ ഫോക്കസ്. ഇപ്പൊ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ പഠിക്കാൻ നേരം നമുക്ക് ഫോക്കസ് ഉണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഫോക്കസ് ഉണ്ടാവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഫസ്റ്റ് തിങ്, നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് എല്ലാം നമ്മൾ മാറ്റിവെക്കുക. അതായത് ഫോർ എക്സാമ്പിൾ, ഇവിടെ ഈ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ സ്പേസ് ആണ്. അപ്പൊ നമ്മൾ ഫോൺ അല്ലെങ്കിൽ എന്താ പറയാ, ഫോൺ, ഇൻസ്റ്റ, FB അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കണം. നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, അതായത് നമ്മൾ സ്റ്റഡി ഇപ്പൊ നമുക്ക് പഠിക്കണം, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ടൈം ഉണ്ടാവില്ല, നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ ഫിക്സഡ് ടൈം എപ്പോഴും വെക്കണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫോൺ മാറ്റി വെക്കുക. അതായത് ഫോണിൽ ക്ലാസ് കാണാത്ത ആൾക്കാരാണെങ്കിൽ, ഇപ്പൊ ലാപ്ടോപ്പിൽ ക്ലാസ് ആക്സസ് ചെയ്യുന്നവരുണ്ടാവും, അങ്ങനെയുള്ളവരാണെങ്കിൽ ഫോൺ മാറ്റി വെക്കുക, എന്നിട്ട് ക്ലാസ് കാണുക. സൈലന്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളോട് തന്നെ കോൺഷ്യസ് ആയിട്ട് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കുകയാണ് വേണ്ടത്. ഞാൻ വിചാരിക്കാം അത് കംപ്ലീറ്റ് ചെയ്യും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കാണുകയാണ്, അപ്പൊ ഇന്ന് ഞാൻ ലെസൺ 1 കാണും, അത് കണ്ടു കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ എൻ്റെ ഫോൺ എടുക്കുകയുള്ളൂ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയും. അങ്ങനെയാണ് നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുക, എന്നിട്ട് അത് ഫോളോ ചെയ്യുക. ഓക്കെ, ആൻഡ് അതേപോലെ ഈ ഫോക്കസ് കൊണ്ടുവരാൻ പെട്ടെന്നൊന്നും അത്ര എളുപ്പമല്ല. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഇന്ന് തന്നെ നമുക്കൊരു 1 hour കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനൊന്നും കഴിയില്ല, ഇപ്പൊ നമുക്ക് അങ്ങനെ ശീലമില്ലെങ്കിൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ, പതുക്കെ പതുക്കെ നമ്മുടെ ലൈക്ക് ആ ഒരു ഫോക്കസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതായത്
ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ നമുക്കൊരു 20 മിനിറ്റ്സ് പഠിച്ചു തുടങ്ങാം. എന്നിട്ട് 20 മിനിറ്റ്സിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ടോപ്പിക്ക് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് കുറച്ചും കൂടെ ആ ടൈം കൂട്ടാം, ഒരു 30 മിനിറ്റ്സ് ആക്കാം, ജസ്റ്റ് ഒരു ടോപ്പിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ ഫോക്കസ് ലൈക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ നമ്മൾ ക്ലാസ്സസ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കോൺഷ്യസ്ലി ഡിസിഷൻ എടുക്കുകയാണ്, ഇന്ന് നമ്മൾ ക്ലാസ് കാണും, ഇന്ന് നമ്മൾ ലെസൺ 1 കാണും. അപ്പൊ ആ ലെസൺ 1 കണ്ടു കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഇനി ഫോൺ സ്ക്രോൾ ചെയ്യുള്ളൂ, ഞാൻ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യുള്ളൂ, അങ്ങനെ പറയുകയാണെങ്കിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു റിവാർഡിങ് കൈൻഡ് ഓഫ് ഇതായിരിക്കും. ബിക്കോസ് നമുക്ക് തോന്നാം ഓക്കെ നമ്മളൊരു കാര്യം ചെയ്തു, അപ്പൊ അതിന് നമ്മൾ നമ്മളെ തന്നെ റിവാർഡ് ചെയ്യുകയാണ്. എങ്ങനെ? നമുക്ക് ലെഷർ ടൈം കൊടുത്തുകൊണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ആക്ച്വലി നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലാസ്സസ് കാണുക, അല്ലെങ്കിൽ നമ്മൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോവുക, ഇതൊക്കെ ഉണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് മോട്ടിവേഷൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മെന്റർ ഉണ്ട്, നമുക്ക് ലേൺ വൈസ് ടീം ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഇവരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മുടെ ജേർണി എന്ന് പറയുന്നത് ഒരു ചെറിയ ജേർണി അല്ല അല്ലേ. നമുക്ക് 1 or 2 മന്ത്സിൽ കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. 1 ഇയർ 2 ഇയർ PG ഉണ്ടാവാം, 3 ഇയർ ഡിഗ്രി ഉണ്ട്, 4 ഇയർ ഡിഗ്രി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏതിനാണോ എൻറോൾ ആയിരിക്കുന്നത് അത്രയും ഒരു പെർട്ടിക്കുലർ ഇയേഴ്സ് കഴിയാതെ നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രയും ഒരു ലോങ്ങർ ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താ? നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പേഷ്യൻസ് ആണ്. ഓൾസോ കൈൻഡ്നെസ്, അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ കൈൻഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഡൗൺഫോൾ ആവുന്ന സമയത്ത്, ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റാത്ത സമയത്ത് നമ്മൾ അയ്യോ ഇത് പറ്റില്ല കേട്ടോ, എനിക്ക് ഇത് പറ്റില്ല, ഞാൻ നിർത്തി പോവാ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡേയ്സ് കുറച്ച് ഹെവി ആവുന്ന തോന്നുന്ന സമയത്ത് നമുക്ക് ഒരു സ്മോൾ സ്റ്റെപ്സ് വെച്ച് മുന്നോട്ട് പോവാം. അതായത് ബിഗ് പ്ലാൻസ് ഒന്നും വേണമെന്നില്ല. ഒരു ദിവസം ഒരു പോർഷൻ നമുക്ക് കവർ ചെയ്യാം, അങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് നമ്മളോട് തന്നെ കൈൻഡ് ആയിട്ട് നമ്മളോട് തന്നെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഇരുന്നാലാണ് നമുക്ക് ഇത്രയും നമ്മുടെ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് തന്നെ ഒരു ഫ്രണ്ട് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങളടുത്ത് ഒരാൾ ഫ്രണ്ട് വന്ന് പറയാണ് എനിക്ക് ലൈക്ക് നെറ്റ് എക്സാമിലേക്ക് കിട്ടിയില്ല, ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? തിരിച്ച് പറയോ നന്നായി കിട്ടാത്തത്, അങ്ങനെ പറയോ? അങ്ങനെ പറയില്ലല്ലോ. നമ്മള് ഭയങ്കര കൈൻഡ് ആയിരിക്കില്ലേ നമ്മുടെ ഫ്രണ്ടിനോട് എപ്പോഴും, അല്ലെങ്കിൽ റെസ്പെക്ട്ഫുൾ ആയിരിക്കില്ലേ? നമ്മൾ പറയും ഇറ്റ്സ് ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം, നെക്സ്റ്റ് ടൈം നമുക്ക് നന്നായി പ്രിപ്പയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് എഴുതാം, അങ്ങനെയല്ലേ പറയുള്ളൂ. നമ്മൾ കൈൻഡ് ആയിരിക്കും, റെസ്പെക്ട്ഫുൾ ആയിരിക്കും അല്ലേ? അപ്പൊ അതേപോലെ നമ്മളോടും കൈൻഡ് ആയിരിക്കണം, റെസ്പെക്ട്ഫുൾ ആയിരിക്കണം. ഓക്കെ, ഈ എക്സാമിന് നമുക്ക് മാർക്ക് കിട്ടിയില്ല, കുഴപ്പമില്ല, നമുക്ക് അടുത്ത എക്സാമിന് എഴുതാം. ഓക്കെ, കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാം. അല്ലെങ്കിൽ ഈ ദിവസം എനിക്ക് അത്രയും പഠിക്കാൻ പറ്റില്ല, നോ ഇഷ്യൂസ്, നമുക്ക് നാളെ കുറച്ചും കൂടെ പഠിക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നമ്മളോട് തന്നെ റെസ്പെക്ട് കാണിക്കുക, കൈൻഡ്നെസ് കാണിക്കുക, പേഷ്യൻസ് കാണിക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളിന്ന് കുറച്ച് ടൂൾസ് ഒക്കെ ഡിസ്കസ് ചെയ്തു, ആൻഡ് മിനിമൽ പ്ലാൻ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആൻഡ് ഇനി നമുക്ക് ഇപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മേ ബി എന്താണ് സ്ട്രെസ്സും അതൊക്കെ എല്ലാവർക്കും വരാം. അപ്പൊ നിങ്ങൾക്ക് അത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല, അതായത് നിങ്ങൾക്ക് ഈ ബേസിക് ടൂൾസ് ഞാൻ പറഞ്ഞു തന്നല്ലോ, അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി നമ്മുടെ ടീം ഇവിടെ അവൈലബിൾ ആണ്. പ്ലസ് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവും ഇവിടെ അവൈലബിൾ ആണ്. സോ ആ ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാനായിട്ട് ഞാൻ ഫാത്തിമ മാമിനെ വെൽക്കം ചെയ്യാണ്. മാം നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. സോ ഹായ് എവ്രിവൺ. അപ്പം അനുശ്രീ മാം വളരെ ക്ലിയർ ആയിട്ട് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനുള്ള ടൂൾസ്, ബാഡ് ഡേ പ്ലാൻ, അതുപോലെ തന്നെ ഫോക്കസ് ഉണ്ടാവാനുള്ള റൂൾസ്, അങ്ങനെ കുറെ ടെക്നിക്സുകളും ടൂൾസും കാര്യങ്ങളും എല്ലാം മാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതിപ്പം ഞാൻ നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിലും, മെന്റലി നിങ്ങൾ ടയേർഡ് ആണ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ടത്, നിങ്ങൾ എന്താണ് ഈ ഒരു ജേർണിയിൽ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഇത് എന്ത് ചെയ്യേണ്ട, ഒറ്റയ്ക്ക് ഇത് ഹാൻഡിൽ ചെയ്യേണ്ട. ബിക്കോസ് ഹോൾ ലേൺ വൈസ് ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ
ഒരു ഇനിഷ്യേറ്റീവ് ആണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ലേൺ വൈസ് എക്കോസിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഹാപ്പിനെസ് അംബാസഡർ എന്നാണ് ആ ഒരു ഫീച്ചറിന്റെ പേര് വരുന്നത്. അവിടെ നിങ്ങൾക്കൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കാണും. അപ്പോ ഇൻ കേസ് നിങ്ങൾക്ക് വളരെ സ്ട്രെസ് ഫീൽ ചെയ്യാണ്, ലോ മോട്ടിവേഷൻ ആണ്, അതുപോലെ എക്സാം റിലേറ്റഡ് ആയിട്ട് ആൻസൈറ്റി, അതേപോലെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് നിങ്ങൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യാണ്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഒട്ടും കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുകയാണ് നിങ്ങളുടെ മൈൻഡ് ഓക്കെ അല്ല, ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മളുടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ പ്രൈവറ്റ് ആയിട്ട്, വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്കൊരു പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കാരണം ആരാണോ ഹാപ്പിനെസ് അംബാസിഡർ സെഷൻ ബുക്ക് ചെയ്ത് വരുന്നത്, അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്താ പറയാ ഡിഗ്നിറ്റി അല്ലെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫീലിങ്സ് റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് ഉത്തരവാദിത്തമാണ്. അപ്പോ നിങ്ങൾക്ക് എന്താ പറയാ ഒരു ബിഗ് റീസൺ ഒന്നും വേണ്ട ഈ പറയുന്ന ഹാപ്പിനെസ് അംബാസിഡർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും തന്നെ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പൻ ചെയ്യാണ്, നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നില്ല, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഒന്നിലും ഒരു ഫോക്കസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു എന്താ പറയാ ഹാപ്പിനെസ് അംബാസിഡറിന്റെ സെഷൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. എപ്പോഴും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു സെഷൻ ബുക്ക് ചെയ്ത് നിങ്ങളത് അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ വീക്ക്നെസ്സിനെ അല്ല അത് കാണിക്കുന്നത്. അവിടെ നിങ്ങൾ സ്ട്രോങ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ അല്ലെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരത്തെ സ്ട്രെസ്സിന്റെ സിഗ്നൽസ് ചോദിച്ചപ്പോ അത് പലർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന മെന്റലി നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, പ്രോബ്ലംസ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് അതിലൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഹെൽപ്പ് സീക്ക് ഔട്ട് ചെയ്യാൻ നിങ്ങൾ മുന്നോട്ടേക്ക് വരാന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇനിയിപ്പോ എങ്ങനെയാണ് ഈ ഒരു ഹാപ്പിനെസ് അംബാസിഡർ സെഷൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പൊ ഹാപ്പിനെസ് അംബാസിഡർ സെഷൻ വേണം, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സെഷൻ വേണം, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീമിനെ ഇൻഫോം ചെയ്യാം. അപ്പം ആ ഒരു അവസ്ഥയിൽ നമ്മൾ നിങ്ങൾക്കൊരു ലിങ്ക് സെൻഡ് ചെയ്ത് തരും. അപ്പൊ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നത്, അവിടെ ഒരു ബുക്ക് സ്ലോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ബുക്ക് സ്ലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവൈലബിൾ ആയിട്ടുള്ള ഇപ്പൊ കുറെ ലേണേഴ്സ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ ഒരു അവൈലബിലിറ്റി കാണിക്കുന്ന ഒരു ഡേറ്റും ടൈമും അവിടെ എന്ത് ചെയ്യാം, നമുക്ക് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് എന്നാണോ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുള്ള ടൈം എപ്പോഴാണോ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും, നമ്മൾ ഒരു മീറ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ കാണും, ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കാണും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് കാര്യങ്ങളെല്ലാം വളരെ എന്താണ് സേഫ് ആയിട്ടും വളരെ നല്ലൊരു പ്രൈവറ്റ് സ്പേസിൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം. അപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ പറയുകയാണ്. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളെ കൊണ്ടൊന്നും പറ്റുന്നില്ല, മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ ആ ഒരു ടൈമിൽ വിചാരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. നമ്മളെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ആരോടെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ, ആരോടാണെങ്കിലും നിങ്ങൾ ഹെൽപ്പ് സീക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ നിങ്ങൾക്ക് ഇനിയിപ്പോ ഞാൻ ഈ താഴെ പറയുന്ന ഏതെങ്കിലും ഒരു സൈൻ നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇപ്പൊ നിങ്ങൾ വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി ദിവസത്തേക്ക് നിങ്ങളുടെ മൂഡ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്, നിങ്ങൾക്ക് ഒന്നിലും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, വളരെ സാഡ് ആണ് നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ഒത്തിരി ദിവസങ്ങളിൽ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറെ ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് സ്ലീപ്പ് കിട്ടുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, അതായത് ലൈക് ഫോർ എ ലോങ് പീരീഡ് ഒത്തിരി ദിവസങ്ങളിലായിട്ട് ഈ പറയുന്ന സ്ലീപ്പ് വളരെ ഡിസ്റ്റർബ്ഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പാനിക് എപ്പിസോഡ്സ് വരിക, അതേപോലെ നിങ്ങളുടെ ഡെയിലി ലൈഫിനെ അഫക്ട് ചെയ്യുന്ന തരത്തിൽ ഒത്തിരി ഒത്തിരി ഡിഫിക്കൽട്ടീസ് കയറി വരിക, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എന്താ സെൽഫ് ഹാം ചെയ്യണം അല്ലെങ്കിൽ സൂയിസൈഡൽ തോട്ട്സ് വരുന്നു,
അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള തോട്ട്സ് വരുവാണ്. അപ്പൊ അങ്ങനെയുള്ള എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർണിംഗ് സൈൻസ് ആണ്. അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇഗ്നോർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പാടില്ല. നിങ്ങൾക്ക് നിങ്ങൾ അൺസേഫ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് എന്താണ് എമർജൻസി സർവീസ് ഉള്ളത് ലോക്കൽ ആയിട്ടുള്ളത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റുന്ന ആരാണോ, മേ ബി നിങ്ങളുടെ ഫാമിലി മെമ്പർ ആയിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം, കൊളീഗ് ആയിരിക്കാം, അവരെ എന്ത് ചെയ്യുക, മീറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നമ്മൾ പ്രശ്നം ഒന്ന് സിവിയർ ആവുന്നതിന് മുന്നേ ആ ഒരു സ്റ്റാർട്ടിംഗ് ഫേസിൽ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്ന സപ്പോർട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫീച്ചർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ അനുശ്രീ മാമിനെ ഒന്നുകൂടി വെൽക്കം ചെയ്യാം കേട്ടോ. മാം കുറച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുവേ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് ഇവിടെ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, നിങ്ങൾക്ക് അത് എങ്ങനെ സീക്ക് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മാം പറഞ്ഞു തന്നു അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് ആവശ്യം വരുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഫാമിലി സർക്കിൾ ആണ്. സോ ഈ ഒരു സെഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊക്കെ അറിയാം നമ്മുടെ മെന്റൽ സ്ട്രെങ്ത്തിന് അല്ലെങ്കിൽ ആ ഒരു മെന്റൽ കെയറിന് നമ്മൾ നിൽക്കുന്ന എൻവയൺമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് അത്രയും നന്നായിട്ട് എന്തൊരു കാര്യവും ചെയ്യാൻ പറ്റുക. അപ്പൊ പഠിത്തം എന്നല്ല, എന്തൊരു കാര്യമായാലും. അപ്പം ഈ ഒരു സെഷൻ മെയിൻ ആയിട്ടും നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമ്മളെ ആരൊക്കെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവരെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു കോഴ്സിന് എൻറോൾ ചെയ്തു, അപ്പൊ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ പ്ലാൻ എന്താണ്, ഈ കോഴ്സ് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എത്ര നന്നായി പഠിക്കാം എന്നാണ് നിങ്ങളുടെ പ്ലാൻ, അത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഓൾസോ എന്ത് തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെ അടുത്ത് നിന്ന് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിന്ന് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയണം. അപ്പോഴാണ് അവർക്ക് ആ ഒരു സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക അല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ ഫാമിലിയോ നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ തമ്മിൽ ഉണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലാണ് അവർക്ക് നമ്മളെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയുക. ഓക്കെ, സോ നാളത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ ഫാമിലി മെമ്പറുമായിട്ട് ജോയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, ആൻഡ് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ന്യൂ ഹൊറൈസൺസ് ഫോം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാ സെഷൻ കഴിയുമ്പോഴും നിങ്ങൾ റിമൈൻഡ് ചെയ്യിക്കാറുള്ളതാണ് ന്യൂ ഹൊറൈസൺസ് ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നിങ്ങളെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഈ ഒരു ഫോം വളരെയധികം സഹായിക്കും. അപ്പം നിങ്ങളെ നന്നായി മനസ്സിലാക്കിയാലാണ് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഞങ്ങൾക്ക് തരാൻ കഴിയുള്ളൂ, പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം മറക്കാതെ, ഇപ്പം ആരെങ്കിലും ഇത് ഫില്ല് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ മെന്ററിൻ്റെ അടുത്തോ LSE അടുത്തോ ചോദിച്ചിട്ട് ഇത് ഫില്ല് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഇത് ഫില്ല് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പുവരുത്താം. ഓക്കെ, സോ ഈ ഒരു സെഷൻ എൻഡ് ചെയ്യാൻ പോവാണ്. ആൻഡ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും നമ്മൾ 3 മെയിൻ കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. 3 മെയിൻ ടേക്ക് അവേസ്. നിങ്ങൾക്ക് ഈ സെഷനിൽ കിട്ടിയ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ 3 കാര്യങ്ങളാണ് പറയേണ്ടത്. ലൈക്ക് നമുക്കറിയാം മെന്റൽ ഹെൽത്ത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പം എന്തെങ്കിലും ഒരു സ്ട്രെസ് നമ്മൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ലിറ്ററലി നമ്മളത് അത് മാറ്റി അത് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമല്ല, അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ കാണേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷൻ സ്ട്രെസ് വരുവാണെങ്കിൽ നമ്മളത് നോട്ടീസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് തിങ് നിങ്ങൾ നോട്ടീസ് ചെയ്യണം. ആൻഡ് സെക്കൻഡ്ലി, നിങ്ങൾ ഇത് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടൂൾസ് ഒക്കെ പറഞ്ഞു തന്നല്ലോ. ഈ ടൂൾസ് എല്ലാം വെച്ച് നിങ്ങൾക്കിത് എന്താണ് ഓവർകം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ റിലാക്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ആൻഡ് ബിക്കോസ് മോട്ടിവേഷൻ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, നമുക്കൊരു സ്ട്രെസ് വന്നാൽ അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്യൂ വന്നാൽ നമ്മളത് നോട്ടീസ് ചെയ്തിട്ട് നമ്മളത് ക്ലിയർ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ആൻഡ് തേർഡ് തിങ്, ഇപ്പൊ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളെ കൊണ്ട് മാത്രമായിട്ട് സാധിക്കുന്നില്ല എന്നാണെങ്കിൽ എഗെയിൻ നമുക്കിവിടെ സപ്പോർട്ട് അവൈലബിൾ ആണ്. അപ്പം എന്തൊരു സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾ അത് സീക്ക് ചെയ്യണം. അല്ലാതെ സപ്പോർട്ട് വേണ്ട സമയത്ത് ഇല്ല അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കരുത്. സപ്പോർട്ട് വേണ്ട സമയത്ത് സപ്പോർട്ട് ചോദിക്കുക, അപ്പോഴാണ് സപ്പോർട്ട് കിട്ടുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ ജോയിനിങ്. ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ
രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.